അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 7:20 എന്ന് പറഞ്ഞു, 7:31 അല്ലേ? സമയം അവസാനിപ്പിക്കേണ്ട സമയം നൗഷാദ്, ടൈം ജലീൽ ഭായ് 8:30. 8:30 എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് 8:29 അത് പിന്നെ വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, ഗുഡ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സെഷൻ്റെ ഉപകാരം നമുക്ക് ഇതിൽ പറഞ്ഞതുപോലെ ബിസിനസ്സിലും ഫാമിലിയും ഉണ്ടാകട്ടെ എന്ന് മുൻകൂട്ടി ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒരിക്കൽ 4 സന്യാസിമാർ ഒരുമിച്ചിരുന്ന് ഒരു മൗനവ്രതം ആചരിക്കാൻ തുടങ്ങി. രാത്രി 9 മുതൽ പിറ്റേ ദിവസം പുലരുവോളം മൗനവ്രതത്തിൽ ആകണമെന്ന് അവർ ആഗ്രഹിച്ചു. നിലവിളക്ക് കത്തിച്ചു വെച്ചു. മൗനവ്രതം തുടങ്ങി. ഏകദേശം ഒരു 12 മണിയായപ്പോൾ കാറ്റടിച്ചു, നിലവിളക്ക് കെട്ടു. അതിലൊരു സന്യാസി പറഞ്ഞു, ഛേ, വിളക്ക് കെട്ടുപോയി. അവർ മൗനവ്രതത്തിലാണ്. ഉടനെ രണ്ടാമത്തെ സന്യാസി അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, സന്യാസി വരിയോ, നമ്മളിപ്പോൾ മൗനവ്രതത്തിലാണ്, നമ്മൾക്കിപ്പോൾ മിണ്ടാൻ പാടില്ല. ഉടനെ മൂന്നാമത്തെ ആള് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇത് കുളമാക്കി. സന്യാസിമാരാണത്രേ. അദ്ദേഹം ചൂടായിക്കൊണ്ട് പറഞ്ഞു. നാലാമത്തെ ആള് സന്തോഷിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മാത്രം തെറ്റിച്ചില്ല. ഏകദേശം ജീവിതം ഇത് തന്നെയാണ്. ഈ 4 സന്യാസിമാരിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഒന്നാമത്തെ സന്യാസി പറഞ്ഞു, ഛേ, വിളക്ക് കെട്ടുപോയി. നിരാശയാണ്, ഫ്രസ്ട്രേഷൻ, ദുഃഖം, എന്തിനും സങ്കടമാണ്. ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് നമുക്കുള്ളത്. നമുക്ക് അടുത്ത സന്യാസി പറഞ്ഞത്, മറ്റുള്ളവരെ തിരുത്തുകയാണ്. സ്വന്തം തെറ്റ് കാണാതെ മറ്റുള്ളവരെ തിരുത്താൻ ഞാൻ തയ്യാറായി. അത് പറയാണ്, നമ്മളിപ്പോൾ മിണ്ടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ, മുട്ടിൻ കൈ ഇല്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെ. മൂന്നാമത്തെ സന്യാസി ചൂടായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇത് കുളമാക്കി. ദേഷ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ദേഷ്യമൊക്കെ കാണിക്കാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് മാനേജ് ചെയ്യേണ്ടോ, ഇത് എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം. നാലാമത്തെ സന്യാസിയാണ് കുറച്ചുകൂടി അപകടകാരി. ഞാൻ മാത്രം മികച്ചവൻ, ബാക്കിയുള്ളവരൊക്കെ പോക്ക്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. സൈക്കോളജിയിൽ പറയുന്നൊരു സിസ്റ്റമാണത്. ആ രീതി തുടരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ കുറഞ്ഞ രീതിയിൽ ഒരു ഇൻട്രാക്റ്റീവ് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആർ യു റെഡി ഫ്രണ്ട്സ്? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജീവിതത്തിൽ ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യണം. വൈകാരിക സന്തുലനാവസ്ഥ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിലും മറ്റു പ്രൊഫഷണൽ ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാം തിളങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. മുൻപൊക്കെ നമ്മൾ കുട്ടികളെ വിലയിരുത്തുന്നത് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ IQ കേട്ടിട്ടുണ്ട്, ഇമോഷണൽ കോഷ്യൻ്റ്. പിന്നീട് അത് EQ, അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, ഇമോഷണൽ കോഷ്യൻ്റ്. വീണ്ടും അത് മാറ്റം വന്നു, SQI, സ്പിരിച്വൽ കോഷ്യൻ്റ്. ഇങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കും. എന്തായാലും ഇമോഷൻ, നമ്മുടെ വൈകാരിക സന്തുലനാവസ്ഥ നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സാധാരണ നാം പറഞ്ഞു, വൈകാരിക പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് നമുക്ക് നമ്മുടെ നില മറന്ന് പെരുമാറേണ്ടി വരും. പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, എന്നിട്ട് അവസാനം അതുകൊണ്ട് എല്ലാ ഗുലുമാലും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ഒരു പക്ഷേ മറിഞ്ഞേക്കാം. പ്രത്യേകിച്ചും സൗദിയിലൊക്കെ നിൽക്കുന്ന ആൾക്ക് ഞാൻ എയർപോർട്ടത്തൊക്കെ അനുഭവം വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ പലയിടത്തും പൊട്ടിത്തെറിക്കണക്ക് തോന്നും.
പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതോടെ തെറിക്കലേ ഉണ്ടാവുള്ളൂ, പിന്നെ എണ്ണാൻ പോലും ഉണ്ടാവില്ല. എല്ലായിടത്തും നമ്മൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഈ വൈകാരിക പ്രകടനം ഇങ്ങനെ ആയിത്തീരുന്നതിനൊക്കെ ഒരുപാട് ശാരീരികവും മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ചുരുക്കി എല്ലാം ഒന്ന് പോകാം. പലപ്പോഴും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ്. കാര്യമറിയാതെ എടുത്തു ചാടി മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഗെയിംസ്, സ്പോർട്സ്. ഈ സ്പോർട്സിലൊക്കെ പലപ്പോഴും പലരും താര അഭിമാനത്തോടെ, നമ്മളെ താരപരിവേഷത്തോടെ പലരും കാണുന്നതും, അതിന് പിന്നിൽ നമ്മളൊക്കെ അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചു ഒക്കെ ചെയ്യുന്ന പലരും ഉണ്ടാകാം. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ ഈ കാര്യത്തിൽ ഇമോഷണൽ ബാലൻസ്, ആ വാക്ക് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കും, ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യാത്തതിൻ്റെ പേരിൽ അവരുടെ ഭാവി തൊലഞ്ഞ എത്രയോ ആൾക്കാരുണ്ട്. സ്പോർട്സിലേക്ക് വരാം. ഒരാളുടെ പേര് ആർക്കെങ്കിലും, എനിബഡി? ശ്രീശാന്ത്. ഗുഡ്. നെക്സ്റ്റ് സിനദിൻ സിദ്ധാൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ഇനിയുണ്ട്. സിദ്ധു. ഹർഭജൻ സിദ്ധ്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ പറഞ്ഞ രണ്ട് പേര്, ഒന്ന് സിനദിൻ സിദ്ധാൻ, അതുപോലെ തന്നെ ശ്രീശാന്ത് ബൗളർ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ നേരെ എതിരാളായി നീക്കുന്നത് എൻ്റെ അച്ഛനാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ. ഇപ്പം എവിടെ എത്തി? സിനദിൻ സിദ്ധാൻ ഒരു രാജ്യത്തിൻ്റെ സ്വപ്നമാണ് തകർത്തത്. എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റലിയുമായുള്ള മത്സരത്തിൽ മറ്റരാസി എന്ന കളിക്കാരനെ തല കൊണ്ട് നെഞ്ചത്തിടിച്ച് വീണു. അതിന് എന്തോ നയിച്ച കാരണം എന്തോ ആട്ടെ, അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സ്വപ്നമാണ് സിദ്ധാൻ തകർത്ത് കളഞ്ഞത്. പക്ഷെ മറ്റരാശിക്ക് അത് വേറെയും വരുമാനമായി മാറി. വാട്ട് ഐ റിയലി സെഡ് ടു സിദ്ധാൻ എന്നൊരു പുസ്തകം രചിച്ച് അദ്ദേഹം വീണ്ടും വരുമാനം ഉണ്ടാക്കി. അതുണ്ടായത് കാരണം അദ്ദേഹം അതിന് വൈകാരികമായി പ്രവർത്തിച്ചിട്ട് ശരിക്ക് മറ്റൊരാശിയാണ് അന്ന് ഇറ്റലിയെ ജയിപ്പിച്ചത്. ഗുഡ്. അപ്പോൾ വൈകാരികമായ മനസ്സ് നമ്മൾ സംസാരിച്ചു. ഹു ഈസ് ദാറ്റ്? ബാക്കിലുള്ള ആള്, മുന്നിലുള്ള ആള് കിട്ടുന്നുണ്ടോ? ചിത്രം ഇവിടെ വന്നിട്ടില്ല. ഓക്കെ. ഹു ഈസ് ദാറ്റ്? എന്താണ് നിങ്ങൾ പറഞ്ഞത്? ടൈസൺ എന്ന് പറഞ്ഞു. പിന്നെ മുഹമ്മദ് അല്ല, ടൈസൺ, മൈക്ക് ടൈസൺ. എന്താ ചെയ്തത്? എന്താ ചെയ്യുന്ന നോക്കൂ. ചെവി കടിച്ച് പറിക്കണം. ഹോളി ഇവാഞ്ചൽ ഹോളിഫീൽഡിന്റെ ചെവി കടിച്ച് മുറിക്കുകയാണ്. ഇതിലേക്ക് നയിച്ചത് എന്താണെന്ന് നമ്മളൊന്നും പറയണ്ട, അമിതമായ വൈകാരിക പ്രകടനം തന്നെയാണ്. ഇതൊക്കെ നയിച്ചത് എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ നമുക്ക് മൈക്ക് ടൈസനെ കുറ്റം പറയാം. മൈക്ക് ടൈസൺ യഥാർത്ഥത്തിൽ ഒരു ഇര മാത്രമാണ് എന്ന് പറയാം. നമ്മുടെ തലച്ചോറിൽ അമിഗ്ദാല എന്നൊരു സാധനമുണ്ട്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, പാവത്താന, വളരെ ചെറിയൊരു പോയിന്റാ. ഈ അമിഗ്ദാലയിലാണ് നമ്മൾ മുൻകൂട്ടിയുള്ള പല കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. പാസ്റ്റുമായി ബന്ധപ്പെട്ട പലതും സ്റ്റോർ ചെയ്ത് ഈ അമിഗ്ദാലയിലാണ്. ഹോളി ഇവാഞ്ചൽ ഫീൽഡുമായിട്ട് മുമ്പും ഇദ്ദേഹത്തിന് പ്രശ്നമുണ്ടാണ്. അന്ന് കയറി പെട്ടെന്ന് ഈ സമയത്ത് ഇത് ഒന്നിച്ച് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നു, കടിച്ച് മുറിച്ചു. മില്യൺ ഫൈനൊക്കെ അടച്ചു. അടുത്ത ആള് നിങ്ങൾ പറഞ്ഞ ആള് തന്നെ. ഹുയിസ് പോയില്ലേ? ശ്രീശാന്ത്. അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇമോഷണൽ മൈൻഡാണ്, വൈകാരികമായ മനസ്സ്. ഈ മനസ്സുള്ളവരുടെ പ്രത്യേകത പറഞ്ഞോളൂ. ഈ ഇമോഷണൽ മൈൻഡ്, വൈകാരിക മനസ്സുള്ളവരുടെ ഓരോ പ്രത്യേകത. സർ, പെട്ടെന്ന് ദേഷ്യപ്പെടും അല്ലേ? പെട്ടെന്ന് ദേഷ്യപ്പെടും. വെരി ഗുഡ്, താങ്ക് യു സാർ. നെക്സ്റ്റ്. നിങ്ങൾ പറയുന്നൊക്കെ ശരിയാട്ടോ. ഇനി വേണേൽ നിങ്ങൾക്ക് തന്നെ കൗണ്ട് ചെയ്യാൻ. നമ്മുടെ ഇവിടെ അവിടെ വന്നൊരു പിന്നെ കോൾലെസ് ഒന്നും ആ സിസ്റ്റം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറയാം. ഇവിടെ നിങ്ങൾ പറയുന്ന ഉത്തരങ്ങൾക്ക് ഞാൻ മാർക്ക് ഇടുന്നുണ്ട്. അത് നിങ്ങൾ അവസാനം കൗണ്ട് ചെയ്താൽ മതി.
ശരി ഉത്തരം പറഞ്ഞാൽ 50 മാർക്ക്, തെറ്റുത്തരം പറഞ്ഞാൽ 100 മാർക്ക്. അതുകൊണ്ട് തെറ്റും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കണ്ട. തെറ്റിയാൽ നിങ്ങൾക്ക് 100 മാർക്കാ, ശരിയായ വെറും 50 ഉള്ളൂ. വരും. ഇമോഷണൽ മൈൻഡ് അല്ലേ? അപ്പൊ സാറ് കറക്റ്റ് ഉത്തരം നല്ലൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ സ്നേഹം കൂടുതലുണ്ടാകാം. പിന്നെ പെട്ടെന്ന് തണുക്കും. എല്ലാവരും തണുക്കുവോ? ചിലര് അത് ആയിക്കോട്ടെ, 100 50 കൊടുക്കാം. താങ്ക് യു. അതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തണുക്കും. ഇവിടെ ഉത്തരം പറയട്ടോ. ഓക്കെ, പിന്നെ കഴിയോ? ഇത്രേ ഉള്ളൂ. നമുക്കൊന്നാ മനസ്സില്ലേ? ഓക്കെ. പെട്ടെന്ന് പ്രതികരിക്കും. പെട്ടെന്നായിരിക്കും പ്രതികരിക്കുക. നെക്സ്റ്റ്, നോട്ട് അലർട്ട്, ജാഗ്രത കുറവ്. എന്താണ് വരും വരെയെക്കുറിച്ചൊന്നും വലിയ ബോധമൊന്നുമില്ലാതെ പെട്ടെന്ന് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ പെർട്ടിനേഷ്യസ്, പുതിയ വാക്കായിരിക്കാം. വാശി, ഞാൻ പറഞ്ഞതേ നടക്കൂ. നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അങ്ങനെ മാത്രമേ ഈ ലോകത്ത് നടക്കാവൂ. വാശി, ദുർവാശി എന്ന് വേണം പറയാം. നെക്സ്റ്റ്, റേഷണൽ മൈൻഡ്, ഒക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ. ഇമോഷണൽ മൈൻഡ് അല്ല, യുക്തിസഹമായ മനസ്സുള്ള ആളെ പ്രത്യേകത എന്തായിരിക്കും? നേരത്തെ പറഞ്ഞു. കേട്ടില്ല പാട്ടും. വെരി ഗുഡ്. പേഷ്യൻ്റ് ആണ്. അദ്ദേഹത്തിന് ക്ഷമയുണ്ടാവും. ഗുഡ്. നെക്സ്റ്റ്, 50 മാർക്കേ. കോഷ്യസ്, വെരി ഗുഡ്. 50 മാർക്ക്. പെട്ടെന്ന് പ്രതികരിക്കൂല, അതും 50 മാർക്ക്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവും. വെരി ഗുഡ്. 50 കഴിഞ്ഞോ? ആർക്കും 100 മാർക്ക് വേണ്ടേ? 100 ഇതുവരെ കിട്ടിയില്ല കേട്ടോ, ആർക്കും കിട്ടിയിട്ടില്ല. ഓക്കെ. ഒന്നാമത്തെ ഗുണം, ചിന്തിക്കും. എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞ നോട്ട് അലർട്ടിൻ്റെ നേരെ വിപരീതം, അലർട്ട്. എപ്പോഴും ജാഗ്രതയിലായിരിക്കും. ലാസ്റ്റ് പോയിന്റ് പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പ്രധാനപ്പെട്ട തിങ്ക് ആൻഡ് ആക്ട്. തിങ്ക് ആൻഡ് ആക്ട്. ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ലേ? ഈ ഇരിക്കുന്ന എല്ലാവരും, പുറകിലിരിക്കുന്ന സ്ത്രീകളും അവരുടെ കുട്ടികളും ഒക്കെ ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഇത്രയും ഗുണങ്ങളൊക്കെ ആയിരിക്കും നമുക്കുണ്ടാവുക. റേഷണൽ മൈൻഡ്, തിങ്ക്, ചിന്തിക്കണം. അലർട്ടായിരിക്കണം. തിങ്ക് ആൻഡ് ആക്ട്, ചിന്തിച്ച് പ്രവർത്തിക്കണം. എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഇതില്ലേ? ഗുഡ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ബേസിക് ഇമോഷൻസ് എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ വികാരങ്ങൾ. ഒന്നുമില്ലേ? അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വികാരങ്ങൾ സ്നേഹം, സന്തോഷം 50 മാർക്ക്, സന്താപം 50 മാർക്ക്, ദേഷ്യം 50. പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്. ദുഃഖം പറഞ്ഞു, സന്താപം പറഞ്ഞു. ഓക്കെ, 50 മാർക്കുണ്ട്. ഭയം, ഇയാൾക്ക് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? 100 കൊടുക്കട്ടെ? എന്തോ ഒരു സന്തോഷം. മറ്റുള്ളവർക്ക് മാർക്ക് കൂടി കിട്ടിയുമ്പോൾ സന്തോഷം കൊണ്ട്. കാരണം ഇവിടുത്തെ സന്തോഷം അതല്ല. തെറ്റാണല്ലോ. ഓക്കെ, ഞാൻ മാത്രം തെറ്റിച്ചില്ല. ഓക്കെ, സാറിൻ്റെ പേര്? കുറേ ടൈം ഉത്തരം പറയുന്നത്. ഹി ഗോട്ട് 50 പോയിന്റ്സ്. 50 മാർക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭയം. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഭയം എന്നത് ബാക്കിയുള്ള വികാരങ്ങൾക്ക് ഒരുപാട് കാരണമുണ്ടെങ്കിലും ഭയം എന്ന കാര്യം ഉണ്ടാവുന്നതല്ല,
പിന്നെ ഉണ്ടാക്കുന്നതാണ്. അതിൽ പ്രധാനമായും ഇവിടുത്തെ സ്ത്രീകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എൻ്റെ നാട്ടിലെ സ്ത്രീകളെ കുറിച്ചാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇവിടെ പറയുന്ന പോസിറ്റീവൊക്കെ നിങ്ങളെക്കുറിച്ചും നെഗറ്റീവൊക്കെ വേറെ ഏതോ ആൾക്കാരെ കുറിച്ചാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഒരു 2 വയസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു 1.5 വയസ്സായ കുട്ടിക്ക് ഒറ്റക്ക് ഇരുട്ടത്ത് ഇറങ്ങാൻ പേടിയുണ്ടാവോ? ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഉണ്ടാവില്ല. ഒരു 2 വയസ്സായ കുട്ടി ഒറ്റക്ക് ഇറങ്ങി നടക്കാണ് രാത്രി. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് പറയും, മോനെ അങ്ങോട്ട് പോകല്ലേ. അപ്പോൾ കുട്ടി തിരിഞ്ഞു നോക്കി പറയും, എന്താ അങ്ങോട്ട് പോയാൽ? അപ്പോൾ കുട്ടിയോട് പറയും, അങ്ങോട്ട് പോകരുത്, അവിടെ ചെകുത്താനുണ്ട്. അപ്പോൾ കുട്ടി അറിയും, അതിലും വല്ല ചെകുത്താനാ ഞാൻ, എനിക്കൊരു ചെകുത്താനും പേടില്ല അറിയും. വീണ്ടും അമ്മ വിളിക്കും, മോനെ പോകല്ലേ. പിന്നെ ഉമ്മമാർക്കൊരു അമ്മച്ചിമാർക്ക് അടുത്തൊരു ഡയലോഗ് ഉണ്ട്, മോനെ. അപ്പൊ കുട്ടികൾ തിരിച്ചു, അങ്ങനെ പോകല്ലേ, അവിടെ ഗോഗോണ്ട്. അപ്പൊ കുട്ടി മേലെ തിരിഞ്ഞു നോക്കുമ്പോ ഈ ഗോഗോനെ കാണുന്നത്. അന്ന് കയറിക്കൂടും കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ്. ഞങ്ങൾ പൊതുവേ സൈക്കോളജി തന്നെ തർക്ക വിഷയമുള്ള കാര്യമാണ്, അൺകോൺഷ്യസ് ആണോ സബ് കോൺഷ്യസ് ആണോ ശരി. ഫ്രോയിഡാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം സബ് കോൺഷ്യസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് സത്യം. അൺകോൺഷ്യസ് ആണ് കൂടുതൽ ശരി എന്നുള്ള വിശ്വാസക്കാരനാണ്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കയറിക്കൂടും. ഇത് വർക്കൗട്ട് ആവുന്നത് എപ്പോഴാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മരണം വരെയാണ്. മരണം വരെ ഇത് നടക്കും. പ്രത്യേകിച്ച് കുറച്ച് കൗമാരഘട്ടത്തിലൊക്കെ എത്തുമ്പോൾ കുട്ടികൾക്കൊരു പറയും, ആരെയും പേടില്ലാത്ത, ആരെയും ഭയമില്ലാത്ത, ആരെയും കൂസാത്ത ഒരു പ്രകൃതമായി മുന്നോട്ട് പോകുന്നു. സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ സുഹൃത്തുക്കളോട് പറയും, ഞങ്ങൾ വീട്ടിലേക്ക് പോരണോ? നിനക്ക് പ്രേതത്തിലും പിശാച്ചിലൊന്നും പേടിയൊന്നുമില്ല. നമ്മളൊക്കെ ന്യൂ ജനറേഷൻ, നമ്മളൊക്കെ അത് വിശ്വസിച്ച് ആ പാരമ്പര്യം തുടരേണ്ടതുണ്ടോ? ഇല്ല. പോകും. കുറച്ച് മുന്നോട്ട് നടന്നാൽ 2 അടി മുന്നോട്ട് 3 അടി പിന്നോട്ട്. നടന്നാണ് വിളിക്കൂല, ബാക്കിൽ നിന്ന് തോന്നും, ചേട്ടാ ചേട്ടാ വിളി കേൾക്കുന്നില്ലല്ലോ. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. മുന്നോട്ട് പോവും, അപ്പോഴും വിളിക്കും. പിന്നെ പൊട്ടിച്ചിരികൾ കേൾക്കും. ഇതൊക്കെ ഹലൂസിനേഷൻ, തോന്നൽ തുടങ്ങും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഷർട്ടൊക്കെ ഒന്ന് എടുത്ത് പിഴിഞ്ഞു നോക്കുമ്പോൾ 1/2 ബക്കറ്റ് വെള്ളം ഉണ്ടാവും, വിയർത്ത് കുളിച്ചത്. ഇതാര് കൊടുത്തു? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്? അമ്മ കൊടുത്തതാ. താൽക്കാലികമായിട്ട് നമ്മൾ പറഞ്ഞെടുത്ത് കുട്ടികളെ കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ഒരു മാർഗമാണ്. അവിടുന്നുമല്ല, അതിന് മുമ്പ് തുടങ്ങും. ഭയം എന്ന വികാരം തുടങ്ങുന്നത് കുട്ടി ഗർഭാവസ്ഥയിലെത്തി ജീവൻ അതിനെന്ന് കിട്ടുന്നോ അന്ന് മുതൽ അതിന് ഭയം കിട്ടിത്തുടങ്ങി. അമ്മമാർ പേടിക്കുന്നത്, അമ്മമാർ പുറത്തിറങ്ങി എന്തെങ്കിലും പേടിക്കുന്നത്, പ്രശ്നങ്ങൾ ഇടപെടുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇമോഷൻസും കുട്ടികൾക്ക് കിട്ടും. ഞാനിവിടെ അടിവരട്ട് പറയുകയാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ സീരിയൽ എന്ന സ്ത്രീരിയൽ ഗർഭകാലത്തെങ്കിലും കാണാതിരിക്കുക. കാരണം നിങ്ങൾ ഗർഭകാലത്ത് അത് കാണുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇമോഷണൽ ബാലൻസ്ഡ് അല്ലാത്ത ഒരു കുട്ടിയെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത്. സംശയം ഒട്ടും വേണ്ട അതിൽ. കാരണം നിങ്ങളുടെ എല്ലാ ഇമോഷൻസും ആ കുട്ടിക്ക് കിട്ടും. നിങ്ങളുടെ മക്കളെ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ആ സമയത്ത് അല്ല സീരിയൽ പ്രത്യേകിച്ചും പേടിപ്പെടുത്തുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഒഴിവാക്കുക. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നു രാത്രി കാലത്ത് സ്ത്രീകൾ പുറത്തിറങ്ങരുത്, അവർ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഇടപെടരുത്, ഇതൊക്കെ പറയുന്ന അവർക്ക് അതിൻ്റെ സയൻസ് ഒന്നും അറിയില്ലെങ്കിലും പക്ഷെ വളരെ പരമാർത്ഥമായിരുന്നു. ആ പരമാർത്ഥത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ആ സമയത്ത് നല്ല രീതിയിൽ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ മോട്ടിവേഷൻ ട്രെയിനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഗർഭിണികളാണ് ചിലപ്പോൾ കൂടുതൽ പങ്കെടുക്കുക. കാരണം ആ വയറ്റിലുള്ള കുട്ടിക്ക് പോലും അത് കിട്ടും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഭയം ഇട്ടുകൊടുക്കാതിരിക്കുക. കാരണം ഭയമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. ആ കുട്ടിയുടെ മുഖഭാവം നോക്കി അല്ലേ, കാണാൻ നല്ല ചൊറുക്കുള്ളൊരു കുട്ടി. പിക്ചർ എത്തിയിട്ടില്ല. ഓക്കെ, ഇനി നോക്കൂ അല്ലേ. ആങ്കർ, ജോയ്,
സോറോ, അത് സന്താപമെന്നോ ദുഃഖമെന്നോ എന്തു വേണമെങ്കിൽ പറയാം. ഫിയർ, കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത രൂപമാണ് ഫിയർ. കൊടുക്കാതിരിക്കുക. ഞാൻ ചോദിക്കുന്നു, ഫിയർ നമുക്ക് മാനേജ് ചെയ്തേ പറ്റൂ. അതൊക്കെ നമുക്ക് എങ്ങനെ വിശദമായിട്ട് വരുന്നുണ്ട്. ഭയത്തിനെ നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുമാകാൻ പറ്റില്ല. ഭയത്തിനെയാണ് നമ്മൾ ആദ്യം മാനേജ് ചെയ്യേണ്ടത്. ചില ആൾക്കാർക്ക് എന്തെങ്കിലും പറയാൻ പേടിയായിരിക്കും, സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടാവും. അത് ഫ്രൈറ്റ് ഫിയർ എന്താകും, ഫോബിയ ടൈപ്പിലേക്ക് എത്തും. ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായ ഇറേഷണൽ ആയിട്ടുള്ള യുക്തിസഹമല്ലാത്ത പേടിയാണ് ഫോബിയ എന്ന് പറയുന്നത്. ഇതിലാർക്കും എന്തെങ്കിലുമൊക്കെ ഫോബിയ ഉണ്ടാവും, ഇല്ലെങ്കിൽ മാനേജ് ചെയ്തെടുക്കുക. ചില ആൾക്കാർക്ക് ഉയരത്തിൽ പറക്കുന്നത് പേടിയായിരിക്കും, ഫ്ലൈറ്റ് പോകുന്നത് പേടിയുണ്ടാവും, ഉയരത്തിന് പേടിയുണ്ടാവും, ഒറ്റയ്ക്കിരിക്കുന്ന പേടിയുണ്ടാവും, ആൾക്കൂട്ടത്തെ പേടിയുണ്ടാവും, കമ്പ്യൂട്ടറിൻ്റെ പേടിയുണ്ടാവും. എനിക്കുണ്ടായിരുന്നൊരു ഫോബിയായിരുന്നു ബിബ്ലിയോഫോബിയ. ബിബ്ലിയോഫോബിയ എന്ന് പറഞ്ഞാൽ പുസ്തക പേടി. എനിക്ക് പുസ്തകത്തിന് അത്ര വലിയ ഇഷ്ടമായിരുന്നില്ലായിരുന്നു. വലിയ പുസ്തകം കണ്ടാന്ന് തലമിന്നും. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ബിബ്ലിയോഫോബിയ ഏതെങ്കിലും മഹാനായ ഒരു ചക്രവർത്തിയുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, എർത്ത് ഈസ് റൗണ്ട് ഈസ് സീറോ, സീറോ ഈസ് നത്തിങ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ആർക്കും പറയാൻ പറ്റുമോ? 50 മാർക്കാ. അദ്ദേഹത്തിന് 50 മാർക്ക് കൊടുത്തു. പേര് പറയൂ, നിങ്ങളുടെ പേര്? ഷക്കീൽ. ഷക്കീലിന് 50 മാർക്ക് കൊടുത്തു ബോണസ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആൽപ്സ് പർവ്വതത്തിൽ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ട് യുദ്ധത്തിനപ്പുറത്ത് പോകണം. അദ്ദേഹം പറഞ്ഞു, യു മാർച്ച്, ആൽപ്സ് വിൽ ബി നോട്ട് ദർ. അവിടെ ഉണ്ടാവില്ല, നിങ്ങൾ മാർച്ച് ചെയ്താൽ മതി. അത്രയും വിൽ പവറുള്ള, അത്രയും ശക്തിയുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് ഐലുറോഫോബിയോ എന്ന ഒരു ഫോബിയക്ക് അടിമയാണ്. ആർക്കെങ്കിലും എനിബടി? ഐലുറോഫോബിയ പേരുകൊണ്ട് കിട്ടൂല. അദ്ദേഹത്തിനും ഒരു പേടി ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. പൂച്ച. എത്ര പോയിന്റായി? 50 പൂച്ച. തെറ്റിയ പേടിക്കണ്ടേ? 100 മാർക്കല്ലേ? കൂട്ടി നോക്കുമ്പോൾ 100 മാർക്ക് കിട്ടിയാലല്ലേ മുന്നേറുക. അപ്പൊ അതുകൊണ്ട് യാതൊരു മടിയും കാണിക്കണ്ട. മാർക്ക് കൂടിയ ആളാണ്. നമുക്ക് വീട്ടിൽ പോകുമ്പോൾ പറയാ, ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഇന്നത്തെ ടോപ്പ് സ്കോറർ ഞാനാ, 3-4 പ്രാവശ്യം എനിക്ക് 100 കിട്ടിയത്. അവിടെ കുറേ ഉത്തരം പറഞ്ഞ ആളുണ്ടായിരുന്നു, അദ്ദേഹം 5 പ്രാവശ്യം കിട്ടി. 5-5 25 അല്ലേ? 250 പോയിന്റ് ഉള്ളൂ. പാവം. എനിക്ക് നല്ല മാർക്ക് പോയി. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു പേടിയും പേടിക്കേണ്ട. ഉത്തരം ഐലുറോഫോബിയ, പൂച്ചയെ പേടി. പൂച്ചയെ പേടിയുള്ള ആൾക്കാരുണ്ട്. എൻ്റെ ഒരു പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു അടുത്തൊരാള് നേഴ്സ് ആയി ഇതൊക്കെ പഠിച്ചു. പാലിയേറ്റീവിൻ്റെ നേഴ്സാ. ഏറ്റവും വലിയ പേടി സിറിഞ്ചാ. വലിയ കാര്യമായില്ലേ? സിറിഞ്ചിനെ പേടി. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ട്രെയിനറാണ് ലുക്മാൻ. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു കുട്ടി വളരെ നല്ല മാർക്കോട് 10 A+ കൂടി മാർക്ക് വാങ്ങി, വളരെ പാവപ്പെട്ട കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടി +2-നും നല്ല മാർക്ക്, A+ കിട്ടി, മാർക്കൊക്കെ കൂടി നല്ല കിട്ടി. കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ടു ബിക്കം എ ഡോക്ടർ എന്നാണ്. ഒരു ഡോക്ടറായി തീരണമെന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹം. അങ്ങനെ ഡോക്ടറാകാൻ വേണ്ടി ആ കുട്ടിയെ ഏറ്റവും നല്ല എൻട്രൻസ് കോച്ചിങ്, എവിടെയാണ് ഏറ്റവും നല്ല എൻട്രൻസ് കോച്ചിങ് എന്ന് പറയപ്പെടുന്ന സ്ഥലം? തൃശ്ശൂർ പാല അല്ലേ? പാലയാണ് പൊതുവേ പറയല്. തൃശ്ശൂർ ശരി തന്നെ കേട്ടോ, കാരണം എനിക്ക് ഇവിടുന്ന് പോകണമല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? തൃശ്ശൂരും ശരിയാണ്, മാർക്ക് ഞാൻ ഇടുന്നില്ല. പാലയാണ് പൊതുവേ പറയല്. പാലയിൽ കൊണ്ടുപോയാൽ അല്ലേ, അവിടെ പോയാൽ കിട്ടും. ഓരോ സെൻറ്റർ, കോട്ടയാണെന്ന് പറയുന്നുണ്ട്, എൻട്രൻസ് കോച്ചിങ് വിരിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ. അവിടെ പോയി കുട്ടി നല്ല എൻട്രൻസിൽ ടോപ്പ് സ്കോററായി. വളരെ പാവപ്പെട്ട കുട്ടികളാണ്. അവിടുത്തെ KMCCസും വേറെയൊക്കെ ഏതൊക്കെ സംഘടനകൾ ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അങ്ങനെ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുകയും അവിടെ പോയി അങ്ങനെ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന വരവിൽ ആ കുട്ടി എൻ്റെ മുമ്പിൽ ആ ബസ്സിലാണ് വരുന്നത്, ഒരു KSRTC ബസ്. അങ്ങനെ ആ KSRTCൻ്റെ ബസ് മുന്നിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റ്, ഒരു കാറും ബൈക്കും കൂട്ടിമുട്ടിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. റോഡ് ബ്ലോക്കായി. എല്ലാവരും
റോട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം പോലീസൊക്കെ തീരുമാനമാകാതെ ട്രാഫിക് നീങ്ങൂല, പോലീസ് എത്താനൊക്കെ വൈകി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഒപ്പം പോയ അമ്മാവൻ നോക്കി, മകളെ കാണാനില്ല, മരുമകളെ കാണാനില്ല. എല്ലായിടത്തും തെരഞ്ഞു, കൂട്ടത്തിലില്ല. അവസാനം ബസ്സിലൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സിൽ കയറി നോക്കി, സീറ്റിൻ്റെ അടിയിലുണ്ട് കുട്ടി. അങ്ങനെ എന്താ അതിന് പറയാ? അപസ്മാരം ഇളകുക. കുട്ടിക്ക് ചെറിയ പ്രശ്നമുള്ളൂ, ഹെമറ്റോഫോബിയ എന്ന രോഗ, രക്തത്തെ പേടി. ഡോക്ടറാകാൻ പോവുക. ഡോക്ടറാകാൻ പോകുന്ന ആളാ, ഹെമറ്റോഫോബിയാണ് കുട്ടിയുടെ. വല്ല കാര്യമുണ്ടോ? എയറോഫോബിയ അല്ലാതെ പൈലറ്റാൻ പറ്റുമോ? ആ കുട്ടിയുടെ ഡോക്ടറുടെ സ്വപ്നം തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ പേടി, ഒരുപാട് ഇതിനൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം. ആ സിറിഞ്ചിനെ പേടിയുള്ള ആളുണ്ടല്ലോ, ആ പേടിയുള്ള ആൾ തന്നെയാണ് ഞാനും. കാരണം എങ്ങനെ വന്നത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ചെറിയൊരു ചരിത്രമുണ്ട്. എൻ്റെ 1.5 വയസ്സിൽ നടന്ന സംഭവമാണ് അന്ന്. കാരണം ഞാൻ എൻ്റെ എല്ലാ പേടികളും എൻ്റെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കുറേയൊക്കെ മാറ്റിയാളാണ്. 1.5 വയസ്സിൽ എനിക്കൊരു അപസ്മാരപ്പനി ഉണ്ടായി. അവിടുത്തെ ഡോക്ടർ റഷീദ് എന്ന ആൾ എന്നെ സൂചി അടിച്ചു. അതൊക്കെ വീട്ടുകാർ പറഞ്ഞു ഓർമ്മയുള്ളൂ. പക്ഷേ അതെന്തോ എനിക്ക് പേടിപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് സൂചിയെ പേടിയാണ്. അതിനുശേഷം എനിക്ക് എൻ്റെ 6ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അന്ന് പന്ത് കളി, ഒരു ഹരമുള്ള കാര്യം, എവിടെ പന്ത് കളി നടന്ന് അവിടെ കാണാൻ പോകും. കണ്ട് തിരിച്ചു വരുന്നത് കാളികാവ് ജംഗ്ഷനിൽ നിന്ന് ഒരു നായ എന്നെ മാന്തി. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. പിറ്റേന്ന് ഞാൻ സോപ്പിട്ടൊക്കെ കഴുകുമ്പോൾ 3 പേരെങ്ങനെ കാണുന്നു. ഉമ്മ കണ്ടു, എന്താണ് സംഭവം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ഇന്നലെ ഒരു നായ മാന്തിയതാണ് പറഞ്ഞു. ആര നായ? നാണുവിൻ്റെ നായയാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്ന് നാട്ടിൽ പേയളകുന്ന കാലമാണ്. ഉമ്മ പറഞ്ഞു, പ്രശ്നമാക്കണം, നമുക്ക് ഡോക്ടറെ കാണാൻ, മോയിൻകുട്ടി ഡോക്ടറെ ഒന്ന് പോയി കാണുക പറഞ്ഞു. ഡോക്ടർ എന്നെ കണ്ട് ചോദിച്ചു, ഒറ്റ ചോദ്യം ചോദിച്ചു, നായയെ അറിയിച്ചു. അപ്പം ഞാൻ അറിയും പറഞ്ഞു, സൂചി വെക്കുമെന്ന് കരുതി. അന്നാണ് പൊക്കണ് ചുറ്റും സൂചി വെക്കുന്ന കാല. അറിയില്ല പറഞ്ഞു. എന്നാൽ പേടിക്കാനൊന്നുമില്ല, കൂനൂർ പോയി 10 സൂചി കൊടുന്നിട്ട് ഇവിടെ ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. വീട്ടിൽ ചെന്ന് ഏതായാലും അന്ന് പിടിച്ചു വെച്ചിട്ട് ടി അടിച്ചു. വീട്ടിലെത്തി ഞാൻ ഉമ്മാനോട് ചോദിച്ചു, അഥവാ ഈ സൂചി എനിക്ക് അടിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം പറഞ്ഞു, അടിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പേളകി മരിച്ചു. ഞാൻ പറഞ്ഞു, അത്രയല്ലേ സംഭവിക്കുള്ളൂ, സൂചി അടിക്കണ്ടായിരുന്നു. ഉണ്ടായ സംഭവം അത്രയുള്ളല്ലേ സംഭവിക്കുക, എന്നാലും സൂചി അടിക്കണ്ട. എനിക്ക് സൂചി അടിക്കാൻ താല്പര്യം, മരിക്കണി മരിച്ചോട്ടെ. ഏതായാലും അന്ന് സൂചി അടിച്ചില്ല ഭാഗ്യത്തിന്. ആ നായ്ക്ക് പേ ഇല്ലായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ലേ. പക്ഷെ ഉണ്ടെങ്കിൽ കാര്യം വഴി. കാരണം സൂചിയെ പേടി, മരിക്കാൻ തയ്യാറാണേ. ഒരു പ്രശ്നമല്ല, മരിച്ചോട്ടെ, എന്നാലും വേണ്ട. കാരണം നമ്മുടെ അതാണ് ഇറേഷണലായിട്ടുള്ള പേടി എന്ന് പറയുന്നത്. ഒട്ടും യുക്തി അതിന് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ മാനേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. സന്തോഷത്തിനെ കുറിച്ച് നമ്മൾ ഒറ്റ വാക്ക് പറയാം. സന്തോഷം മാനേജ് ചെയ്യണോ വേണ്ടേ? വേണോ? ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓവറായിട്ട് എന്ത് സംഭവിക്കും? ഇങ്ങോട്ട് നോക്കൂ. അറ്റാക്ക് സംഭവിക്കും. കാരണം ഇവിടെ തേരാപാര നടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ലോട്ടറി കിട്ടി, 1 കോടി ലോട്ടറി അടിച്ചു. അതോടുകൂടി ആൾ ചിലപ്പോൾ തീരും. സന്തോഷവും നിയന്ത്രിക്കണം, വേണം. ദേഷ്യവും നിയന്ത്രിക്കണം, ഭയവും നിയന്ത്രിക്കണം, സങ്കടവും നിയന്ത്രിക്കണം. അതൊക്കെ നമുക്ക് എങ്ങനെ നോക്കുക. എന്താണ് ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഈ പറയുന്നത്. കണ്ടില്ലേ? വാട്ട് ഈസ് ഇമോഷൻ? എന്താണ് വികാരം? എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് വികാരം? മാനസികമായിട്ടുള്ള വികാരത്തിന് എന്താണ് ഒരു ഉത്തരം പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ചാൽ മതി. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്, ഉത്തരം പറയണ്ട, കൺഫ്യൂഷൻ ആവും. ആലോചിച്ചോ? ഓക്കെ, നിങ്ങോട്ട് നോക്കുക. ഇറ്റ് ഈസ് എ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ വിച്ച് റെസ്പോണ്ട് ഫിസിക്കലി മെൻ്റലി ടു ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ എക്സ്പീരിയൻസ്. അതൊരു മാനസിക അവസ്ഥയാണ്. ആന്തരികമായോ ബാഹ്യമായ ഒരു കാര്യത്തിനോട് നമ്മൾ പ്രതികരിക്കുന്ന ഒരു രീതിയാണ്. ഇന്ന് ഒരാൾ പ്രതികരിക്കുന്ന രീതിയിലല്ല മറ്റുള്ള പ്രതികരിക്കുക. ജസ്റ്റ് ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ഈ റൂമിലേക്ക് ഇപ്പോൾ ഒരു പാമ്പ് കയറി വന്നു, മൂർഖൻ പാമ്പ് കയറി വന്നു എന്ന് വിചാരിക്കുക. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും? കയറിയിരിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചാടും.
എന്നിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് വരും. ചില ആൾക്കാർ കയറി മറിഞ്ഞ് ഓടി വരും, രക്ഷപ്പെടാൻ നോക്കും. കുറച്ചാൾക്കാർ എന്ത് ചെയ്യും, വേഗം വല്ല വടിയോ ചിലപ്പോൾ ആ ട്രൈപ്പോടെങ്കിലും പറിച്ചെടുത്ത് അതിനെ തച്ചൊല്ലാൻ നോക്കും. നിങ്ങളാണ് എന്ത് ചെയ്യുക? കൊല്ലാൻ നോക്കും. സാറോ? കൊല്ലാൻ നോക്കും. എല്ലാവരും കൊല്ലുന്ന ആൾക്കാരാ. നിങ്ങളെന്ത് ചെയ്യുക? ഓടും. കാണും, ഒന്ന് നോക്കി ആസ്വദിക്കും അല്ലേ? അപ്പോൾ ഒന്ന് ചാടി രക്ഷപ്പെടുന്ന ആള്, രണ്ടാമത് കൊല്ലാൻ നോക്കുന്ന ആള്, പിന്നെ കഴിഞ്ഞോ? രക്ഷപ്പെടുത്തും. അതിനെ രക്ഷപ്പെടുത്തും. ഗുഡ്. അതിനെ ഒരു കോല് കൊണ്ട് തന്നെ വേണമെങ്കിൽ രക്ഷപ്പെടുത്തും. മൂന്ന് വിഭാഗമായി. സാധനം എന്താ? പാമ്പ്. സമയം ഒക്കെ ഒന്നാണ്, ഒരേ സാധനമാണ് ഒരു മൂർഖൻ പാമ്പ്. ഇനിയും 2 വിഭാഗം കൂടിയുണ്ട്. സുരേഷിന്റെ ഫോൺ നമ്പർ കൊടുക്കും. നിങ്ങൾക്ക് എന്തായാലും ഒരു 100 മാർക്ക് ഉണ്ട്. കാരണം ഇവിടെ ഇപ്പം പാമ്പ് സുരേഷൊക്കെ വന്നുപോത്തിന് നല്ല ശരി, നിങ്ങൾക്ക് 100 മാർക്ക് ഞാൻ തന്നു. 100 മാർക്ക് കിട്ടി. നല്ല ഉത്തര. ഓക്കെ, ഗുഡ്. തീരുമാനമായി. കൂടിട്ടോ മാർക്ക്? മാർക്ക് കൂടി. അത് നോക്കിയാൽ മതി. സുരേഷിനെ വിളിച്ചിട്ട് അല്ലേ വന്നോളും. മാർക്കൊക്കെ നോക്കുന്നുണ്ടല്ലേ? വെരി ഗുഡ്. 200 മാർക്കായി. സുരേഷ് വന്നു, പിടിച്ചു കൊണ്ടുപോയി. ഒരു ചൈനക്കാരനാണ് വന്നിട്ടുണ്ടെങ്കിലോ? അവന് നാവില്ലേ സലൈവ മുനീരൊക്കെ വരും അല്ലേ? നല്ലൊരു ഫ്രൈക്ക് സാധ്യത. ഒരു നാഗഭക്തനാണെങ്കിലോ? അതിനൊന്ന് ഒരേ സാധനം ഒരേ സമയം ഓരോരുത്തരും ഉണ്ടായ വികാരം വ്യത്യസ്തമാണ്. ഒരാൾ പരീക്ഷക്ക് തോറ്റു, അപ്പം എന്താ പറയും? ഇവിടെ ചിലോ സങ്കടാവും. ചില ആൾക്കാരറിയും പുറത്തേക്ക് ഇങ്ങനെ സന്തോഷം അഭിനയിച്ചിട്ട് പറയും, അകത്ത് പോയി കരയും. ചിലവരും അറിയും പരീക്ഷയെ തോറ്റിട്ടില്ലെങ്കിലൊക്കെ ഒന്നും സംഭവിക്കല്ല. സർഫുദ്ദീൻ കാളെ വരെ പരീക്ഷയിലൊക്കെ തോറ്റ മനുഷ്യനാ, 3ാം ക്ലാസ് തോറ്റ മനുഷ്യനാള്. പിന്നെ ഇപ്പം അയാൾക്ക് ട്രെയിനറൊക്കെ മാറില്ല, പ്രശ്നമാക്കണ്ട അല്ലേ? പല രീതിയിലും പറയും. ഒരു രഹസ്യങ്ങൾ പുറത്തറിഞ്ഞല്ലോ അല്ലേ? സന്തോഷമായില്ല എനിക്ക്? 3ാം ക്ലാസ് തോറ്റ മനുഷ്യനെ ഞാൻ. ആ തോൽപ്പിക്കലാണ് ഞാൻ ഒരു ട്രെയിനറായതിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ഒരു അധ്യാപകനായ പിന്നിലോ സൈക്കോളജി കൗൺസിലറായതിൻ്റെ പേരിലൊക്കെ ആ 3ാം ക്ലാസ്സിലെ തോൽവിയാണ് പ്രധാന ഘടകം. ആ തോറ്റതിന് ഞാൻ എന്നും അഭിമാനിക്കുകയാണ്. ആ ടീച്ചർ എന്നും ഞാൻ നമസ്കരിക്കുകയാണ്. ആയിഷ ടീച്ചർ. ആ ടീച്ചർക്ക് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുമുണ്ട്. ഒരു ദിവസം വിളിച്ചാണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു. ഇപ്പം അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. കാരണം ട്രെയിനിങ്ങിൽ ഞാൻ എന്നെ കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തിയ പറഞ്ഞു, ഞാൻ 2 സാധനം അവിടെ വെച്ചിരുന്നു, എടുത്ത് മാറ്റിയോ? ബാബു ആൻഡ് പുടവ. ആവശ്യമുണ്ട്. ദിസ് ഈസ് എൻ എയ്ഡ്. ഓക്കെ. അപ്പോൾ ടീച്ചറോട് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചറെ ഞാനിപ്പോൾ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേര് നിങ്ങളുടെ പേരാണ്. അപ്പോൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് ടീച്ചർ? ഒന്നിനുമല്ല, നിങ്ങൾ എന്നെ 3ാം ക്ലാസ് തോറ്റ കാര്യം എല്ലായിടത്തും പറയാറുണ്ട് കാരണം. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ സംഭവിച്ചത്? അത് കാരണം ഞാനിപ്പോൾ അത് കൊണ്ട് എനിക്ക് പ്രശ്നം തോന്നില്ല. എന്നാലും ടീച്ചറെ ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ തോൽപ്പിച്ചത്? ടീച്ചർ ഒട്ടും ആലോചന കൂടാതെ, ടീച്ചർ എത്ര 10-25 കൊല്ലം കഴിഞ്ഞിട്ടേ 25 30 കൊല്ലം കഴിഞ്ഞിട്ടേ ചോദിക്കുന്നേ. ടീച്ചർ പറഞ്ഞ ഉത്തരമുണ്ട്, തോൽപ്പിച്ചാൽ നന്നാവും എന്ന് കരുതുന്നവരെ ഞാൻ തോൽപ്പിക്കാറുണ്ട്. ഐ സല്യൂട്ട് ദാറ്റ് ടീച്ചർ. കാരണം അതിനുശേഷമാണ് എനിക്ക് പഠിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടായത്. അതിനു മുമ്പ് വരെ ശംസാർജി ഇതൊക്കെ ഞാൻ സ്കൂളിലും പറയണോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്കൂളിൽ പോകുന്നത് എനിക്ക് ആകെ 2 ലക്ഷ്യമുള്ളൂ. അടി കൂടുക, പാലത്തിൻ്റെ ചോട്ടിൽ കുളിക്കുക. ഈ 2 ലക്ഷ്യത്തിന് മാറി. അപ്പോൾ ഉച്ച വരെ സ്കൂളിൽ പോവും. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വിദ്യാലയം കാളികാവ് പാലത്തിൻ്റെ ചോട്ടിലായിരുന്നു. കാരണം ഞാൻ പഠിച്ച സ്കൂൾ അങ്ങനെ, എനിക്കത് പറയാൻ മടിയൊന്നുമില്ല, അത്രയ്ക്കും പഠിപ്പായിരുന്നു അവിടെ. പഠിപ്പല്ലാത്ത എല്ലാം നടക്കുന്നൊരു സ്കൂളായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. അടി കൂടുക, അത് മടുക്കുമ്പോൾ വഴി ചാടുക, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോവുക. അങ്ങനെ ആ ടീച്ചർ തോൽപ്പിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അവിടെയല്ല എൻ്റെ പ്രശ്നം തുടങ്ങുന്നത്. അവിടെ എനിക്ക് ആദ്യമായി ജീവിതത്തിൽ കിട്ടിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഒപ്പിരുന്ന പലരും 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഞാൻ
ബിബ്ലിയോഫോബിയുള്ള അത് പുസ്തക പേടിയുള്ള അക്ഷരവിരോധി ആളെങ്കിലും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. ശരിക്കറിഞ്ഞിട്ട് തന്നെ പോയത്. പക്ഷേ ഞാൻ തോറ്റു. ഒരു ദിവസം എന്നെ എല്ലാമണി ടീച്ചർ വിളിച്ച് ക്ലാസ്സിലും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വിളിച്ചെടുത്തു. വായിക്കടാറുന്നു. ഞാനത് വായിച്ചെടുത്തു. അപ്പം എൻ്റെ അയൽവാസി ഒന്ന് പറഞ്ഞു, എടാ എൻ്റെ അടുത്ത് പുസ്തകമല്ല, പേനല്ല, ഒന്നുമില്ല, പിന്നെ എങ്ങനെ ഇതൊക്കെ വായിച്ചു തരണം. ടീച്ചറിനെ തല്ലാൻ വട്ടിങ്ങനെ ഓന്തിക്കുകയാണ്. കാരണം വായിക്കാൻ കിട്ടൂല എന്നുള്ള ഉറപ്പുണ്ട്. കാരണം പ്രിജുഡിസ് ഉണ്ട് ഇതിനെ കുറിച്ച്. പക്ഷെ ഈ 3ാം ക്ലാസ്സിൽ ഞാൻ തോറ്റു. അറ്റൻഡൻസ് ഇല്ലാത്ത ഒറ്റ കാരണത്താലാണ് തോറ്റത്. എന്നിട്ട് എന്നെ കാണാൻ ഒരു സുഹൃത്തെത്തി. ഇപ്പു എന്ന് വെളിപ്പേരിൽ അറിയപ്പെടുന്ന ശിവദാസ് എന്നൊരു കുട്ടി ഓടി വന്നു. കാരണം ഒരു സ്കൂള്, കാരണം ആ പള്ളിയില്ല ദൂരത്തു നിന്നാണ് അടുത്ത സ്കൂള്. ഒരേ സ്കൂൾ തന്നെയാണ്, കാരണം വാടകയ്ക്ക് പ്രവർത്തിക്കുകയാണ് 4ാം ക്ലാസ് മുതൽ. 5ാം ക്ലാസ് വേറെ സ്കൂളിലാണ്. അങ്ങനെ 3ഇടത്തായിട്ടാണ് ഒരു സ്കൂൾ വർക്ക് ചെയ്യുന്നത്. ഓടി വന്നുകൊണ്ട് പറഞ്ഞു, സർപ്പോ ഇജ്ജ് തോറ്റുലേ? ആടാ തോറ്റു പറഞ്ഞു. ഞാനൊരു സാധനം ഒരാളെങ്കിലും എന്നെ ആശ്വസിപ്പിക്കാൻ വന്നല്ലോ. ഞാൻ പറഞ്ഞു അടാ തോറ്റു പറഞ്ഞു. ഉടനെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അങ്ങനെ വേണം പഠിക്കാഞ്ഞിട്ടല്ലേ. ആ ശിവദാസ് എന്ന കുട്ടി ഷാ എന്നിട്ട് വള്ളിയിടാൻ പോലും അറിയാത്ത ആളാ. അവൻ ജയിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞത്, അപ്പോഴാണ് എനിക്ക് തോന്നിയത് സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അന്ന് പിന്നെ തോറ്റ ആൾക്കാർക്ക് സേ പരീക്ഷ, അന്ന് വേറെ പേര് മണ്ടൻ പരീക്ഷ അന്നുണ്ടായിരുന്നു. 3ാം ക്ലാസ് സേ പരീക്ഷ ഞാൻ എഴുതി 3ാം ക്ലാസ്സിൽ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുസ്തകം വായിച്ചു നോക്കുന്നത്. സ്കൂളിലെ പുസ്തകം, കഥ പുസ്തകം വായിക്കൂട്ടോ. അപ്പം അങ്ങനെ വായിച്ച് പഠിച്ചു പോയി. നല്ല പോലെ എഴുതിയെന്ന് ഇന്നും ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ടീച്ചറോട് ഇന്ന് ഞാൻ ചോദ്യം ചോദിച്ചത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നില്ല. ടീച്ചറോട് ഞാൻ ചോദിച്ചു. ടീച്ചർ എനിക്ക് എല്ലാവർക്കും പേടിയാണ്. ടീച്ചറെ ഞാൻ ജയിച്ചിട്ടില്ലേ? എല്ലാവരും ജയിച്ചില്ല, പോരിക്കടയാറും. ജീവിതത്തിൽ ഈ കുട്ടിയുടെ ചോദ്യത്തോടുകൂടി ആ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് എത്തി. 4ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠനം തുടങ്ങി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഒരു മോട്ടിവേഷൻ കിട്ടിയത് എൻ്റെ സുഹൃത്തു നിന്നാണ്. ഒരു തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പഠിച്ചാൽ പോരാ. എൻ്റെ ഒരു തന്നെ കൊട്ടേഷനാണ്. ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ അതും അദ്ദേഹത്തിൻ്റെ കരുതിക്കോട്ടെ. കാരണം എല്ലാവർക്കും കൊട്ടേഷൻ ഓരോരുത്തർക്കും തോന്നുക. ജീവിതത്തിൽ ഈ കൊട്ടേഷൻ മാത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം. എൻജോയ് യുവർ സക്സസ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ഫെയിലിയേഴ്സ്, then you will be never fail in your life. ഒന്ന് പറഞ്ഞു നോക്കിയേ. എൻജോയ് യുവർ സക്സസ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ഫെയിലിയേഴ്സ്, then you will be never fail in your life. നടക്കുമോ? ജീവിതത്തിൽ വിജയങ്ങളെ ആഹ്ലാദിക്കുക, വിജയങ്ങൾ ആഹ്ലാദിക്കുക. പരാജയങ്ങളോ ആസ്വദിച്ച പോരാ, സെലിബ്രേറ്റ്. നടക്കുമോ? ഉത്സവമാക്കണം. കനിയോ? നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് കഴിയും. ഐ ഹാവ് ഡിഡ് ഇറ്റ്. കാരണം എന്നെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞു ZTW, അത് വിശദീകരിച്ച് പറഞ്ഞാൽ JCI സോൺ ട്രെയിനറാണ്. ZTW പറഞ്ഞ പരീക്ഷ ഉണ്ട്. 8,500 രൂപ കൊടുക്കണം. 4 ദിവസത്തെ സ്റ്റേയിങ് ആണ്. 24 മണിക്കൂറും അവിടെ തന്നെ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ല. ആകെ അന്ന് പുറത്തിറങ്ങിയത് ഒരു ദിവസം ജുമ ഉണ്ടായി, അന്ന് മാത്രമാണ് പുറത്തിറങ്ങുക. ബാക്കിയുള്ള നിസ്കാരമൊക്കെ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ZTWസിൽ 100% വിജയിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത്. കോട്ടക്കെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ഒന്ന് ഗ്രൂപ്പിലൊക്കെ ഇട്ടു. ഗ്രൂപ്പിലിട്ടപ്പോൾ കൺഗ്രാജുലേഷൻ ടു ട്രെയിനർ ഓഫ് മലപ്പുറം. ഉടനെ മറുപടി ഇത്, ഡോണ്ട് കൺഗ്രാജുലേറ്റ്, ഐ ഫെയിൽഡ്. ഞാൻ തോറ്റിരിക്കുകയാണ്. ഇരുത്തം കണ്ടിട്ടുള്ള അവർ ജയിച്ചേക്കാണ്. ഇവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കളിയാക്കല്ലേ, നിങ്ങൾ ജയിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ആദ്യമായിട്ടൊന്നുമല്ല ട്രെയിനിങ് എടുക്കുന്നത്. ഒരു ട്രെയിനിങ്ങും അറിയാത്തവരൊക്കെ പിന്നെ ജയിച്ചു പോകുന്ന അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ പറയുന്നത്? കാരണം എത്ര ട്രെയിനിങ് അനുഭവം ഉണ്ട്, പിന്നെ എങ്ങനെ നിങ്ങൾ തോൽക്കുന്നു? കാരണം അന്നൊരു പ്രശ്നം ഉണ്ടായതാണ്. എനിക്ക് പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വന്ന് ചെവിൻ്റെ ബാലൻസ് പോയി. പിന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയാതായി. സംസാരം വരൂല, ബ്ലോക്കാവും. പിന്നെ ഒന്നും അവിടെ നടക്കുന്നൊന്നും ഞാൻ അറിയില്ല. മീറ്റിംഗ് കൂടി ഇപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ. അവർ പറഞ്ഞു തമാശ എന്ന് കരുതി. സെലിബ്രേറ്റ് എന്ന് പേര് പറഞ്ഞു. എവിടെക്കാണ് പോകേണ്ടി വെച്ചു? ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടി വെച്ചു? തൽക്കാലം നമുക്ക് ഹോട്ടലിൽ പോകണ്ട, ഈ ബോൺ ഫയർ എന്ന ബേക്കറി പോയാൽ മതി പറഞ്ഞു. ബേക്കറി പോയി. എന്തൊക്കെ പറയണ്ടേ? ജ്യൂസ്. ഞാൻ പറഞ്ഞു ജ്യൂസ് മാത്രം ഒതുക്കണ്ട, കടി ഉണ്ടായിക്കോട്ടെ പറഞ്ഞു. വാങ്ങിക്കൊടുത്തു. അതിനുശേഷം ഞാൻ ആ പരീക്ഷ പാസ്സായി.
ഞാനിരുന്നവരെ അതിൻ്റെ പേരിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് JCA മെമ്പർ ഒരു മിഠായി പൊട്ടുകൂടിയും വാങ്ങിക്കൊടുത്തിട്ടില്ല. ജയിച്ചതിന്. തോറ്റതിനോ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക. അതിൽ തോൽക്കണം വേണ്ടി പറയല്ല. എങ്കിൽ നമ്മുടെ മനസ്സിന് അതൊരു ഷോക്കായി മാറുകയില്ല. തോൽക്കാൻ കൂടി പഠിക്കണം. കുട്ടികൾ ഇപ്പോൾ IAS പരീക്ഷയായിട്ട്, എൻട്രൻസ് പരീക്ഷയായിട്ട്, എന്തോ പരീക്ഷ എല്ലായിടത്തും വിജയിച്ച് അവസാനം തോറ്റു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എൻ്റെ മകൻ ഈ LSS പരീക്ഷ അമ്പലക്കട സ്കൂളിൽ നിന്ന് എഴുതുകയാണ്. മാഷന്മാർക്കൊക്കെ നല്ല പ്രതീക്ഷയാണ്. ഞാൻ അതിൻ്റെ മുമ്പ് കുട്ടിയോട് ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ജയിച്ചാൽ വളരെ നല്ലത്. ഒന്ന് പറഞ്ഞാൽ ജയിച്ചാൽ വളരെ നല്ലത്, തോറ്റാൽ വെരി ഗുഡ്. ജയിച്ചാൽ വളരെ നല്ലത്, തോറ്റാൽ വെരി ഗുഡ്. ഇത് ഇടക്കിടക്ക് ചൊല്ലിക്കോ. ഇത് എനിക്കില്ല, എൻ്റെ വകയുള്ള ദിക്റാണ്. ഇത് ഇടക്കിടക്ക് ചൊല്ലി നടന്നുകൂടുകാരണം. അങ്ങനെ LS പരീക്ഷയുടെ റിസൾട്ട് വന്നു. എൻ്റെ മകന് ആ റിസൾട്ടിലില്ല, ഔട്ടാ. വിളിച്ചു ഫൈസൽ മാഷ് പറഞ്ഞു, ഞാൻ 100% ഉറപ്പിച്ചിരുന്ന ആളാണ്. കാരണം മാഷ് വലിയ നിരാശ, എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നമല്ല. അവൻ പറഞ്ഞു വെരി ഗുഡ്. കാരണം അവൻ്റെ മനസ്സിൽ. പക്ഷെ ഇന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടി. ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മത്സര പരീക്ഷ വെച്ചു. അവിടെ അങ്ങനെ അവരതിൽ പിന്നെ സ്കൂൾ ടോപ്പറായിട്ട് മാർക്ക് കിട്ടി. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. വേറെ സ്കൂൾ നടത്തി, അവിടുന്ന് 1ാം റാങ്ക് കിട്ടി. അങ്ങനെ ഒരു സ്കൂൾ പറഞ്ഞു, ഒരു സെൻറ്റർ പറഞ്ഞു ഞങ്ങൾ അവനെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോ. അപ്പോൾ ഞങ്ങൾ മറ്റേ സെൻറ്റർ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എടുത്ത് പറഞ്ഞു. അവർ 50 തരാറുന്നു. അവസാനം പറഞ്ഞു അവനെ 2 കൊല്ലം ഞങ്ങൾക്ക് വിട്ടു തരൂ, ഒരു ഫീസും വേണ്ട, സെൻറ്ററിൻ്റെ പേരും പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി ചേർത്തും ചെയ്തു. കാരണം ഞാൻ അന്ന് പറഞ്ഞു, സദീദ നീ പഠിക്കുന്നത് ജയിക്കാനാണ്, പക്ഷെ അവിടെ തോൽവി സംഭവിക്കും, നിരാശപ്പെട്ട് വായിച്ചു കൊണ്ടിരിക്കുക. ഇതെന്തെങ്കിലും കാരണം ഇന്ന് 1.80 1,50,000 രൂപ ഫ്രീ ആയിട്ട് അവന് കിട്ടുകയാണ്, ഒന്നും കൊടുക്കണ്ട. അപ്പം അതുകൊണ്ട് എൻജോയ് യുവർ സക്സസ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ഫെയിലിയേഴ്സ്, ദെൻ യു വിൽ ബി നെവർ ഫെയിൽ ഇൻ യുവർ ലൈഫ്. മക്കളെ അത് പഠിപ്പിക്കുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഗുഡ്. നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. എന്താണ് ചിത്രം മനസ്സിലാവുന്നില്ലേ? നമുക്ക് ആർക്കും ഇല്ലല്ലത് ഉണ്ടോ? എന്താണത്? ദേഷ്യം അല്ലേ? നമ്മൾ സാധാരണ ഒരു കഥയിൽ എല്ലായിടത്തും പറയുന്നൊരു കഥയാണ്. എടാ നിനക്ക് ദേഷ്യമൊന്നുമില്ല? ഏയ് എനിക്ക് ദേഷ്യമില്ല. ദേഷ്യമേ വരൂല? ഇല്ല. ദേഷ്യം തീരെ വരൂല? ഇല്ലേ. നിന്നോടൊപ്പം എത്ര വട്ടം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ദേഷ്യമില്ലാന്ന്? അല്ല നിങ്ങൾക്ക് ദേഷ്യം തന്നെയല്ല, നിങ്ങൾ കാര്യത്തിൽ നോക്കാൻ 10,000 വട്ടം ഞാൻ ദേഷ്യപ്പെടില്ല ഇല്ല എന്ന് പറയാം. പോയിക്കൊണ്ടോണ്ട് ഇല്ല, ദേഷ്യമല്ല. ഇന്ന് ഇത് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പുടാമാസ കണ്ടിട്ടുണ്ടാവില്ല, ഒന്ന് കയ്യൊതിച്ച്. കണ്ടവർ കേട്ടോ, വായിച്ചവരല്ല, കണ്ടവർ. വായിച്ചവർ ഞാൻ കണക്കെടുക്കുന്നത്. എൻ്റെ ലേഖനത്തിൽ പതിവായി വരാറുണ്ട്. 2016 സെപ്റ്റംബർ മുതൽ എൻ്റെ പാരൻറ്റിങ് എന്ന കോളത്തിൽ. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കൈകാര്യം ചെയ്ത വിഷയം ദേഷ്യമാണ്. ഇന്നിവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്താണ്. നല്ലൊരു എയ്ഡാണല്ലത്. ഇതിലും ഒരു ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് പലരും ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം ഉണ്ടായി? ഇതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? പിടിച്ചാൽ കിട്ടണില്ല. ഇതൊക്കെ മനുഷ്യന്മാർ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് ദേഷ്യം? എന്താണ്? ഒന്ന് നോക്കൂ. അറ്റംപ്റ്റ് ടു ചേഞ്ച് ദ പ്രസന്റ് സിറ്റുവേഷൻ. ആ അവസ്ഥ അന്നുണ്ടായ അവസ്ഥ മാറ്റാനുള്ള ഒരു മനസ്സിൻ്റെ ശ്രമമാണ് ദേഷ്യം. നെക്സ്റ്റ്, അറ്റംപ്റ്റ് ടു സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് എനിങ്. എന്തെങ്കിലും തുടങ്ങാനോ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ദേഷ്യം. ഇത് ദേഷ്യം എന്ന സാധനം ഭാവിയിലും തുടർന്നാൽ എന്താ സംഭവിക്കുക? അത് അസൂയയും പകയുമായി മാറും. അത് പകയും ദേഷ്യമായി മാറിക്കഴിഞ്ഞാൽ, അസൂയയുമായി മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ നിയന്ത്രിക്കാൻ പഠിക്കണം. എന്ത് ചെയ്യണം നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൻ്റെ എന്താണ് ദേഷ്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു കൊട്ടേഷനിലേക്ക് പോകാം. വായിച്ചു നോക്കൂ. എനിബഡി ക്യാൻ ബിക്കം ആംഗ്രി.
നിങ്ങൾ അടുത്ത സുഹൃത്തിനോട് കൈ കൊടുത്ത് പറഞ്ഞാൽ ഈ വാക്ക്. അടുത്ത സുഹൃത്ത് എന്താ? അടുത്ത ആരും ഇല്ലേ? രണ്ടാളുണ്ടെങ്കിൽ അങ്ങോട്ടും കൊടുക്കൂ. എനിബഡി ക്യാൻ ബിക്കം ആംഗ്രി. ദാറ്റ് ഈസ് ഈസി. ദാറ്റ് ഈസ് ഈസി. സഹോദരിമാർക്കും കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്ന കേട്ടോ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവും, പിന്നെ നിങ്ങൾ വിളിച്ചുണർത്തേണ്ടി വരും. ആ, എനിബഡി ക്യാൻ ബിക്കം ആംഗ്രി. ദാറ്റ് ഈസ് ഈസി. ബട്ട് ടു ബി ആംഗ്രി, ദേഷ്യപ്പെടേണ്ടത് വിത്ത് ദ റൈറ്റ് പേഴ്സൺ, യഥാർത്ഥ വ്യക്തിയോട്. ദേഷ്യപ്പെടണ്ട എന്നതിൽ പറഞ്ഞിട്ടില്ല, ദേഷ്യപ്പെടാം, അത് യഥാർത്ഥ വ്യക്തിയായിരിക്കണം. ടു ദ റൈറ്റ് ഡിഗ്രി, ശരിയായ അളവിൽ. അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത്. ഫോർ ദ റൈറ്റ് പേർപ്പസ്, ശരിയായ കാര്യത്തിന്. ഇൻ ദ റൈറ്റ് വേ, ശരിയായ രീതിയിൽ. ശരിയായ വ്യക്തിയോട്, ശരിയായ അളവിൽ, ശരിയായ സമയത്ത്, ശരിയായ ഉദ്ദേശത്തിന്, ശരിയായ മാർഗത്തിൽ. ഒക്കെ അത്തൂലേ? ആ, എല്ലാത്തിനും പറ്റിയ ടൈമാണ് അല്ലേ? എന്നിട്ട് പറഞ്ഞു അടുത്ത ഡയലോഗി നോക്കുക. ദാറ്റ് ഈസ് നോട്ട് ഈസി. ദാറ്റ് ഈസ് നോട്ട് ഈസി. അത് എളുപ്പമൊന്നുമല്ല. ഇതാരാ പറഞ്ഞു നോക്കൂ? ഒരു തന്തപ്പൊടി അല്ലേ? ആ, അലക്സാണ്ടറായിട്ട് ബന്ധമുണ്ട് ഇയാൾക്ക്. അലക്സാണ്ടർ അല്ല. യെസ്, യു ആർ കറക്റ്റ്. 50 പോയിന്റ്. യുവർ നെയിം പ്ലീസ്. ഉറക്ക പറഞ്ഞു, കേൾക്കുന്നില്ല. സബീൽ. ആ, സമീർ. ആ, സമീർ. ഇവിടെ ഒരു സമീറിൻ്റെ കാര്യം നേരത്തെ കേട്ടിരുന്നു. ആ സമീർ തന്നെയാണോ? ആ, അത് വേറെ സമീർ. ഓക്കെ, ഉത്തരം പോയില്ലേ? ഇവിടെ എവിടെ? പന്തലിങ്കൽ. ആ സമീർ. ഓക്കെ, സമീർ 50 മാർക്ക് നേടിയിരിക്കുന്നു. ആദ്യത്തെ പോയിന്റ് അല്ലേ? വീട്ടിൽ കൊണ്ടായാലും 50 മാർക്കായി. ഓക്കെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞത് കാര്യമാണ്. ആർക്കും ദേഷ്യപ്പെടാം. ഒരു ചെറിയ സംഭവം പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഷർഫിയയിൽ നിന്ന് ഇറങ്ങി ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്ന് ആരെങ്കിലും കാറിന് വന്ന് ഇടിച്ചു, നിർത്താതെ പോയി. അപ്പം ഒരാൾ എന്ത് ചെയ്തു? കിട്ടിയൊരു കല്ലെടുത്ത് ഒറ്റ എറിഞ്ഞു പൊട്ടിച്ചു. ചില്ല് പൊട്ടി. ശരിയായ വ്യക്തിയോടാണോ ചെയ്തത്? ആണോ? അല്ലേ? ആ, കാറിനോടാ ചെയ്തത് അല്ലേ? ആ, ഓക്കെ. ശരിയായ അളവിലാണോ? അല്ല. ശരിയായ സമയത്താണോ? ആണല്ലേ? ശരിയായ കാര്യത്തിനാണോ? അതും ശരി തന്നെയാണ്. ശരിയായ രീതിയിലാണോ? അല്ല. പിന്നെന്താ മാർഗം? ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കുക, എന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ ചേസ് ചെയ്ത് പിടിക്കുക. ഇവിടുന്ന് ചേസ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഇതൊരു രീതിയാണ്. പക്ഷേ ഇത് നോക്കൂ, വിത്ത് ദ റൈറ്റ് പേഴ്സൺ, വിത്ത് ദ റൈറ്റ് ഡിഗ്രി, ശരിയായ അളവിൽ ദേഷ്യപ്പെടാൻ പഠിക്കണം. ദേഷ്യപ്പെടേണ്ടടുത്ത് പഠിക്കണം. ദേഷ്യം എന്നാൽ പൂർണ്ണമായിട്ടും അതൊരു നെഗറ്റീവ് വികാരം അല്ല എന്ന് കൂടി മനസ്സിലാക്കുക. കാരണം പല ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതിന് ചിലപ്പോൾ വിരുദ്ധമായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ദേഷ്യം എന്നത് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് പോസിറ്റീവ്. ദേഷ്യമില്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ? ഇല്ല. ആരുടെ ദേഷ്യം? ആർക്കാണ് ദേഷ്യം ഉണ്ടായത്? അതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആർക്കാണ് ഉണ്ടായത് ആദ്യം ദേഷ്യം? ഒരാളുടെ ദേഷ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം ഉണ്ടായത്, ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഹു ക്യാൻ സേ? പറഞ്ഞോളൂ. വെരി ഗുഡ്. അവിടെ നിന്ന് പറഞ്ഞ ആള്, അദ്ദേഹത്തിന് ഒരു 50 മാർക്ക് ഞാൻ കൊടുത്തു. മഹാത്മാഗാന്ധി എവിടുന്ന്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അല്ലേ? ട്രെയിനിൽ നിന്ന് ഒഴിവാക്കി അല്ലേ? ആ ദേഷ്യമാണ് ഒരു പോസിറ്റീവ് മാറ്റി, ഒരു ദേശത്തിനെ എങ്ങനെ പോസിറ്റീവായി മാറ്റി എന്ന നല്ലൊരു ഉദാഹരണമാണത്. എല്ലാ വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടായത് ദേശത്തിൽ നിന്നാണ്. ഒരു പക്ഷേ ചിലപ്പോൾ പ്രവാചകൻ പ്രസംഗിക്കുമ്പോൾ, അത് ഖുതുബ നടത്തുമ്പോൾ കണ്ണ് ചോർക്കാറുണ്ട്, ശബ്ദം ഉയരാറുണ്ടായിരുന്നു. ദേഷ്യപ്പെടേണ്ടതിന് ദേഷ്യപ്പെടണം, പക്ഷേ ഈ ഇത്രയങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ഈ എല്ലാ നിയമങ്ങളും, ഈ 5 നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ളവരൊന്ന് 2 കയ്യും പൊതിച്ചേ. എപ്പോഴെങ്കിലും ഇല്ലേ? എപ്പോഴും കയ്യൊന്നിച്ചോളൂ, 2 കയ്യും പൊതിച്ചോളൂ. എപ്പോഴെങ്കിലൊക്കെ ഇതൊക്കെ നോക്കുന്നത്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഒരു കയ്യുള്ളൂ വെച്ച് അല്ലേ? പൗതിയും പൗതി. ഒരിക്കൽ ഞാനൊരു ഡിഗ്രീൻ്റെ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ ആറ്റുനോറ്റ് ഒരു ബൈക്ക് വാങ്ങി. ബൈക്കിന്
നല്ല വില കൂടിയ ബൈക്ക് തന്നെയാണ് എടുത്തത്. ആദ്യമായി വാങ്ങിയതല്ലേ, 4000 രൂപ. ആ ബൈക്കിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഡിഫക്ട്സ് അല്ല, വീക്ക്നെസ് അല്ല, ക്വാളിറ്റീസ്. 1, അതിന് ബ്രേക്ക് കുറവാ. 2, അതിൻ്റെ കിക്കർ സ്റ്റാർട്ടാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 വട്ടം അടിക്കണം. അതിൻ്റെ ഇരന്നു ഞാൻ അതിൻ്റെ പ്രശ്നം അനുഭവിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ മുട്ടുകാല് പ്രശ്നത്തിലാണ്. ആ ബൈക്ക് വാങ്ങിയതാ പ്രശ്നം, കിക്കർ അടിച്ച് കേടുന്ന. പിന്നെ അതിൻ്റെ ക്രാഷ് ഗാർഡ് വളരെ ഡിസൈൻ ചെയ്ത് കൊത്തുപണിയൊക്കെ ഉണ്ട്, അത് മുന്നേ പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത്രയും ഡിസൈൻ ചെയ്ത കാര്യം ആകെ നല്ല രീതിയിൽ വർക്ക്. അതിനുള്ള ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് നല്ല വർക്ക് ചെയ്യുന്ന ഒരു ഹോൺ ഉണ്ട്. അത് മാത്രമേ അതിൻ്റെ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് അതിന് പോസിറ്റീവേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു ദിവസം കാളികാവിൽ നിന്ന് കരുവാരണ്ടിലേക്ക് ഒരു 40 ഇതിൽ ഓടിക്കുകയാണ്. കാരണം അതിൻ്റെ അപ്പുറം പോയ ബ്രേക്ക് പോകൂലേ, ആരെയും കുത്തിമ്പോൾ. അങ്ങനെ 40 സ്പീഡിൽ ഇങ്ങനെ പോവുകയാണ്. കേരള എന്നൊരു സ്ഥലത്തുണ്ട്, കേരള സ്റ്റേറ്റ് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഒരു വളവിൽ അണെത്തി. അപ്പോൾ എൻ്റെ സ്പീഡ് 20 ആയി. എതിരെ ഒരു കോണ്ടസ കാറ്, വെളുത്തൊരു കോണ്ടസ കാർ ഇങ്ങനെ വരുന്നുണ്ട്. ആ കാറ് പെട്ടെന്ന് കണ്ടത് എൻ്റെ മുന്നിൽ. ഞാൻ ആ കാറിനെ കണ്ടതും ബ്രേക്ക് രണ്ടും പിടിച്ചു, പക്ഷേ ബ്രേക്ക് കിട്ടിയില്ല. ആ കാറിന്, കോണ്ടസ കാറിന് എൻ്റെ സമുറായി ബൈക്ക്, TVS സമുറായി ബൈക്ക് ഒരു ചുംബനം നൽകി അങ്ങനെ പോയി എന്ത് ചെയ്തു, എൻ്റെ ക്രാഷ് ഗാർഡിൻ്റെ കളറ് മാറി, വൈറ്റായി, തുമ്പ്, അത്രയും പെയിൻറ് പോയി. ഉടനെ അജാനബാഹുവായ ഒരു വ്യക്തി കാറിൽ നിന്ന് ഒരു ബൂട്ടൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങി. അപ്പം തന്നെ മനസ്സിലായി ദജ്ജാൽ തന്നെ ഇറങ്ങി, ഇതന്നെ ആയിരിക്കും. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക. കാരണം 100% തെറ്റെൻ്റെ ഭാഗത്താണ്, 100%. കാരണം എനിക്ക് സൈഡാക്കില്ല. കാരണം ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഓടിക്കുക പറഞ്ഞാൽ തെറ്റാ. അപ്പോൾ ഒന്നെങ്കിൽ അത് ബ്രേക്ക് കൂട്ടേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ വണ്ടി ഒഴിവാക്കും. കാരണം കുത്തി. എന്നിട്ട് അയാൾ എൻ്റെ നേരെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്തൊക്കെ കുലുങ്ങുന്നുണ്ട് തോന്നി. നമുക്ക് തോന്നലാണല്ലോ, പേടിച്ച് ഞാനിങ്ങനെ നിൽക്കുക. അയാളിങ്ങനെ മുന്നിക്ക് വന്നിട്ടുണ്ട്, അടുത്തേക്ക്. ഞാൻ അപ്പം ഇങ്ങനെ ബേക്കൊക്കെ ഇങ്ങനെ പോവുക. അവസാനം എന്നോട് അത് ചോദിച്ചു, എങ്ങോട്ടൊക്കെ എങ്ങനെ വണ്ടി ഓടിക്കണു? സമാധാനം. എന്താ വെച്ചേ, എങ്ങോട്ടൊക്കെ എങ്ങനെ വണ്ടി ഓടിക്കണു? അതോട് കൂട്ടിയപ്പോൾ എവിടുന്നോ എനിക്കൊരു എനർജി കിട്ടി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് വല്ല കോണ്ടസ കാറുണ്ടാവും, വെളുത്ത കാറുണ്ടാവും, പാവപ്പെട്ട ആൾക്കാർക്കൊന്നും ഇവിടെ വണ്ടി ഒന്നും ഓട്ടട്ടെ, നിങ്ങൾ എന്ത് വരവായി വരണം ചോദിച്ചു. അത്രയും സ്ഥലമാണ്. ഞാനത് അപ്പോൾ തന്നെ ആൾക്കാരെ കൂടിയാണ്ട് ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ഒതുക്കിയിട്ടിരിക്കണ വണ്ടി. അയാൾ പറഞ്ഞു, അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി, ആൾക്കാർക്ക് തോന്നി നല്ലൊരു കട്ടപ്പട മീശ, പിന്നത്തെ ഉറച്ച ശരീരം. ഇയാൾ കണ്ടപ്പോൾ തന്നെ പാവാണ് ആള്. പക്ഷെ ആ നോട്ടവും പാവം കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, കുട്ടി എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കണോ ചോദിച്ചു. ഇല്ല, എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല, കുറച്ച് പെയിൻറ്റ് കിട്ടിയിരിക്കണ്, അത് ഞാൻ വീട്ടിൽ നിന്ന് തുടച്ചോളഞ്ഞോളായിരുന്നു. അത് പറഞ്ഞു, എനിക്ക് പരാതി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഇല്ലായിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ ഇടപെട്ട് കണ്ട് പറഞ്ഞു, നിൻ്റെ കാറ് നീ നന്നാക്കുക, കുട്ടീൻ്റെ ബൈക്ക് കുട്ടി എന്നെ ശരിയായിക്കോളി, ആ പെയിൻറ്റ് കളഞ്ഞോളി. കാരണം ഇവിടെ അദ്ദേഹത്തിന് ഒറ്റ പ്രശ്നമുണ്ടല്ലോ, ദ റൈറ്റ് ഡിഗ്രി. ചൂടാകാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. ചില ആൾക്കാർക്ക് ചൂടാണ് കണ്ട വീണ്ടും ചൂടാകാൻ തോന്നും. എന്നെക്കുറിച്ച് ആദ്യമൊക്കെ പറഞ്ഞ ശങ്കരാടി ചൂടാവുന്ന പോലെയാണെന്നോ. നൗഷാൽ ബിവെയർ, വെയിറ്റ് പണി തരാം. ചൂടാവുമ്പോൾ അത് ശരിയായ വ്യക്തിയോടായിരിക്കണം, ശരിയായ സമയത്തായിരിക്കണം, ശരിയായ അളവിലായിരിക്കണം, ശരിയായ കാര്യത്തിനായിരിക്കണം, ശരിയായ രീതിയിലായിരിക്കണം. ഇത് പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഹൗ ടു കൺട്രോൾ ആങ്കർ. എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കാം? അതടക്കട്ടെ, നിങ്ങൾ ഇത് പറയും, എങ്ങനെയൊക്കെ ദേഷ്യം നിയന്ത്രിക്കാം? പഠിച്ചിട്ടില്ല കുറേ കാര്യങ്ങൾ. നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക 50. അടുത്ത് ഇരിക്കുകയാണെങ്കിൽ കിടക്കുക 50. ഊന്നു എടുക്കുക 50. വെള്ളം കുടിക്കുക 50. വീണ്ടും നിസ്കരിക്കുക. കാരണം ഒന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ നൗഷാദെ 100. ഞാൻ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. ഇത്രയും കാലമായിട്ട് നൗഷാദെ ദേഷ്യം വന്നപ്പോൾ എപ്പോഴേലും നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ടോ അല്ലേ?
ഇല്ലല്ലോ. നൗഷാദ് ദേഷ്യമില്ലാത്ത ആളാ. അപ്പൊ ഞാൻ കാണിച്ചു തരുന്ന. ഓക്കെ, ദേഷ്യമുള്ള. അപ്പൊ 200 മാർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ 200 കൊടുക്കുക. പിന്നെ എളുപ്പല്ലേ പറയൂ. കഴിഞ്ഞോ? ഓക്കെ. 1, ഞാൻ ദേഷ്യത്തിലാണെന്ന് ഞാൻ തിരിച്ചറിയണം. ദേഷ്യം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മൈ ആങ്കർ ഇസ് മെയ്ഡ് ബൈ മീ. എൻ്റെ ദേഷ്യം ഞാൻ തന്നെ ഉണ്ടാക്കിയെന്ന് തിരിച്ചറിയുക. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുക. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്. എൻ്റെ ദേഷ്യം മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ എങ്ങനെ പ്രകടിപ്പിക്കാം? എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട്, അത് പ്രകടിപ്പിക്കൽ നിർബന്ധവുമാണ്. എന്ത് ചെയ്യാൻ പറ്റും? കണ്ണൂരിട്ടല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു മാർഗം പറയൂ. നോക്കാം. അദ്ദേഹത്തോട് തന്നെ പറഞ്ഞൂടെ, ഇന്ന കാരണം കൊണ്ട് നിന്നോട് എനിക്ക് ദേഷ്യമാണ്. ഒരു പക്ഷേ അയാൾ അതിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ അതോടുകൂടി അത് പ്രശ്നം നന്നാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒക്കെ പ്രകടിപ്പിച്ച് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അയാൾ പുറത്തു തരണ്ടേ? ദേഷ്യത്തിലാന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാട്ടെ. ഒരുപാട് മാർഗങ്ങൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് സ്ലൈഡ് ഇല്ലാത്തതാണ്, അത് അപ്പോൾ സംസാരിക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം വേണമെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അതൊക്കെ എവിടെ വരുന്നില്ലേ? ഒന്ന് നോക്കാം. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ടേക്ക് ടൈം ഔട്ട്. ആലോചിക്കുക. ദേഷ്യം വന്ന വേഗം അവിടുന്ന് മാറിപ്പോയിട്ട് ഒന്ന് ആലോചിക്കുക. ഈ ദേഷ്യം ഞാൻ പ്രകടിപ്പിച്ചാൽ അത് ശരിയാവുമോ തെറ്റാവുമോ എന്ന് നോക്കണം. ശരിയായ സമയം അനുവദിക്കുക. കാരണം എപ്പോഴും നമുക്ക് ദേഷ്യം പിരിമുറുക്കുണ്ടാവുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചാൽ മതി, ഞാൻ ദേഷ്യപ്പെടേണ്ടതില്ലായിരുന്നു, ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ നമുക്ക് പലപ്പോഴും ആലോചന വന്നിട്ടുണ്ടാവും. അവോയ്ഡ് ദ സിറ്റുവേഷൻ. ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം. ആ സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുക. വീട്ടിൽ നിന്നാണെങ്കിൽ ആരാണോ ദേഷ്യപ്പെടുന്നത് ആൾ പറയുമ്പോൾ അവിടെ നിന്ന് മാറിക്കൊടുത്താൽ മതി. ഒന്ന് മാറിക്കൊടുക്കുക. ഞാൻ പൊതുവെ സൈക്കോളജിയിൽ പറയുന്ന ഒരു ഇതാണ്, പൊതു നിയമമാണ് പറയുന്നത്. ഇവിടെ ഫാമിലി ഉണ്ട്, ഞാൻ പറഞ്ഞല്ല, ഇത് ഫാമിലിക്കും പേഴ്സണൽ ബിസിനസ്സിലൊക്കെ ഉപകാരപ്പെടുന്ന ഒക്കെപ്പാടെ ഉള്ളൊരു പോയിന്റാണ് പറയുന്നത്. ബിസിനസ്സിലും ഫാമിലിയൊക്കെ ഗുണം ചെയ്യണം. ഒന്ന്, പുരുഷനും സ്ത്രീയും സ്വഭാവത്തിൻ്റെ, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ കാര്യത്തിൽ വിഭിന്നമാണ്. 100% പല കാര്യത്തിലും വ്യത്യസ്തരാണ്. പൊതുവെ പുരുഷന്മാർ ഫ്രസ്ട്രേഷനിലിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഭാര്യമാർ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താ സാറേ നിങ്ങളെ അഭിപ്രായം? നിങ്ങൾ സങ്കടത്തിലിരിക്കുകയാണ്, അപ്പം നിങ്ങളെ ഭാര്യ എന്ത് ചെയ്യണം? ഉണ്ടാക്കിത്തരണം, കണ്ടറിഞ്ഞ് ഉണ്ടാക്കിത്തരണം. ഓക്കെ. നിങ്ങൾ ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ കണ്ടറിഞ്ഞ് ഉണ്ടാക്കിത്തരണം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, സമീർ ഷെയർ ചെയ്യണം നിങ്ങളെ സങ്കടത്തിൽ. ഓക്കെ ഓക്കെ, ആശ്വസിപ്പിക്കണം, നിങ്ങളെ ആശ്വസിപ്പിക്കണം. ഓക്കെ, ആശ്വസിപ്പിക്കണം. ഓക്കെ, ആരത് പറഞ്ഞത്? ഒന്ന് എണീറ്റിക്കണം അയാൾ. വെരി ഗുഡ്. യുവർ നെയിം? സക്കരിയ. ഭൂരിഭാഗത്തിൻ്റെയും, എത്ര ശതമാനം എന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് അതാണ്. ആ സമയത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥമായി കുറച്ച് നേരം കഴിഞ്ഞാൽ റിലാക്സ് ആവും. എല്ലാവർക്കും അല്ല, പൊതുവെ പുരുഷന്മാരങ്ങനെയാണ്. ആ സമയത്ത് ആശ്വസിപ്പിക്കാൻ വന്ന പോടിയ ഒന്ന് പറയില്ലേ, മിക്കവാറും അങ്ങനെ പറയാം. ഞാൻ ആ ഗണത്തിൽപ്പെട്ട ആളാണ്. ഞാൻ കുറേ ആൾക്കാരെ അനലൈസ് ചെയ്ത് തന്നെയാണ് ഇത് പറയുന്നത്. പൊതുവെ പുരുഷന്മാർ എന്ന് പറയുന്നത് ഇതാണ് പ്രകൃതം. പൊതുവെയാണ് കേട്ടോ, അത് ജനറൽ. കാരണം നമ്മുടെ ഈ ഹോർമോണിലെ വ്യതിയാനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറേ വ്യത്യാസങ്ങൾ അങ്ങോട്ടൊക്കെ മാറും സ്വഭാവത്തിൽ. കുറച്ച് ഇതൊക്കെ ആമായി പറയും, നിങ്ങൾ സൗദിയിൽ പറയും, ആമായി പറയുന്നതാണ്. ഇനിയൊരു സ്ത്രീയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, സങ്കടപ്പെട്ടിരിക്കുന്നത്, പുരുഷന്മാരെന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. പക്ഷേ മിക്കവാറും പുരുഷന്മാർ ചെയ്യൂല. കാരണം എന്താ? നമ്മളെ വെച്ച് വിലയിരുത്തി, നമ്മളെന്താ നമുക്ക് വേണ്ട, വെറുതെ വിട്ട. അപ്പോൾ പെണ്ണിന് അതായി പ്രശ്നം. നിങ്ങൾക്ക് അനുസരിച്ച് മാറണം. ഭാര്യനോട് ഇന്ന് ചെന്ന് പറയാം, ഞാൻ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം, ആശ്വസിപ്പിക്കണം എന്ന് സത്യസന്ധമായിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് മറ്റതാണ് വേണമെങ്കിൽ സക്കരിയ സാറ് പറഞ്ഞ പോലെ സത്യസന്ധമായിട്ട് പറയാം, വരരുത് പെണ്ണെ, എനിക്ക് എന്തൊക്കെയാ അപ്പോൾ തോന്നുക പറയാൻ പറ്റും, ഞാൻ സങ്കടപ്പെടും, ആ ഭാഗത്ത് നീ അടുക്കരുതെന്ന് സത്യസന്ധമായിട്ട് പറയാം. അപ്പോൾ അവോയ്ഡ് ദ സിറ്റുവേഷൻ. നെക്സ്റ്റ്,
വാക്കൗട്ട്, ഒന്ന് പുറത്തേക്ക് നടന്ന. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലം ഏതാ? വാക്കൗട്ട്. അസംബ്ലി ആൻഡ് പാർലമെന്റിൽ ദേഷ്യം ഒന്ന് പിടിച്ചിട്ട് അവിടെ പോയി പിന്നെ സ്പീക്കറെ കസേരം തല്ലിപ്പൊട്ടിക്കല്ല വേണ്ടേ, ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. വാക്കൗട്ട് നല്ലൊരു പ്രതിഷേധ മാർഗ്ഗമാണ്. ഇപ്പോൾ ഇവിടുന്ന് ക്ലാസ്സൊക്കെ കേട്ട് ബോറടിച്ച് ഈറടിച്ച് നിൽക്കുമ്പോൾ ഇന്നെ വന്ന് തല്ലാനൊന്നും നിൽക്കണ്ട, ഇറങ്ങിപ്പോയാൽ മതി. കാരണം എനിക്ക് ഇവിടുന്ന് ഇനി ഒരു ഉമ്രയും ചെയ്യണമെന്നുണ്ട്, ഉമ്രക്ക് വന്നതാണ്, അപ്പോൾ അത് കഴിഞ്ഞ് പോകണം, അപ്പം ഇറങ്ങിപ്പോയാലും മതി. തിങ്ക് ആൻഡ് തിങ്ക് വാട്ട് ടു ഡു ആൻഡ് സേ. ചിന്തിക്കുക എന്ത് ചെയ്യണമെന്ന്, എന്ത് പറയണമെന്ന് ഒന്ന് ആലോചിക്കുക. പ്രാക്ടിക്കൽ സെഷനാണ്. ഇപ്പോൾ 8:32 എൻ്റെ വാച്ചിൽ. അവിടെ എത്ര ഷുഡ് ഐ കൺട്രി? 15 മിനിറ്റ് കൂടി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ 10ാമത്തത് നിങ്ങൾക്ക് പറയാം. എനിബഡി ക്യാൻ ആഡ് എനി പോയിന്റ്. എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും പോയിന്റ്? നിങ്ങൾ കുറേ പോയിന്റുകൾ പറഞ്ഞുല്ലേ? കുറേ പോയിന്റുകൾ നിങ്ങൾ പറഞ്ഞ ആ പോയിന്റുകളും ഇതിലേക്ക് കൂട്ടി ചേർക്കുക. ഇതാണ് അടുത്തത്. എന്താണ്? സാഡ്, ദുഃഖം. ഇവിടെ എനിക്ക് ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെയും പറഞ്ഞതല്ല, കുറച്ചുകൂടി നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങളെന്ന് ഞാൻ പറഞ്ഞത് കുറ്റങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? അതൊന്നും നമ്മളെക്കുറിച്ചല്ല. ഗുണങ്ങൾ പറയുന്നതൊക്കെ നമ്മളെക്കുറിച്ച്. ദുഃഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയ്യൊതിക്കണം. ആരുമില്ലേ? ഇല്ല, ഉണ്ടാവാൻ സാധ്യതയല്ല. ദുഃഖം എന്താണ്? സൈൻ ഓഫ് ഫീലിംഗ് ഓഫ് ലോസ്, നഷ്ടബോധമാണത്. സാൻ റിലേറ്റ് ടു പാസ്റ്റ് കോസ് ഫോർ ഗിൽറ്റി ആൻഡ് റിപ്പറ്റൻസ്. കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് കുറ്റബോധത്തിനും പശ്ചാത്താപത്തിനൊക്കെ കാരണവും നമ്മളെ തന്നെ ഒരു മോശക്കാരനായിട്ട് ചിന്തിപ്പിക്കും. അത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എന്ത് സംഭവിക്കും? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഹോപ്പ്, പ്രതീക്ഷയുണ്ടാവില്ല, ആത്മവിശ്വാസവും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ദുഃഖം നിയന്ത്രിക്കണം. സ്ലൈഡിൽ അതൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങളടുത്ത് നിന്ന് തന്നെ കിട്ടണം. ദുഃഖം കുറക്കാൻ എന്തൊക്കെ മാർഗമുണ്ട്? സ്ത്രീകളാണെങ്കിൽ വേഗം ഉത്തരം കിട്ടിയിരുന്നു. കരഞ്ഞാൽ മതി. വെരി ഗുഡ് ആൻസർ, ബെസ്റ്റ് മെത്തേഡ്. ഇന്ന് ലോകത്ത് സൈക്കോളജിയിൽ കണ്ടുപിടിച്ചില്ലേ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് കരയുക എന്നാണ്. ഞങ്ങൾ കരയിപ്പിക്കാറുണ്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ. ഒപ്പം ടിഷ്യൂ പേപ്പറൊക്കെ കൊടുക്കും. അല്ലാതെ കരയരുത് അറിയില്ല. കരഞ്ഞ് തീർന്നാൽ തന്നെ പറയും. കുറച്ച് കഴിഞ്ഞാൽ കരഞ്ഞാക്കാനെ തോന്നും, ഞാൻ ഇപ്പോൾ എന്തിനാ കരഞ്ഞതെന്ന്. അത്ര റിലാക്സ് ആവുന്നൊരു മാർഗ്ഗമാണ്. പക്ഷേ പുരുഷന്മാരെ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കരയല്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഉമ്മ ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ട്, നീ ആണാണ്, കരയരുത്, പെണ്ണുങ്ങളെപ്പോലെ കരയരുത്, ആണാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും? പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരു കരയാത്തോണ്ട് ഒരു പ്രശ്നമുണ്ട് ആണുങ്ങൾക്ക്. എന്താ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? BP കൂടും. ഉത്തരത്ത് കത്തി അടുത്ത്. ടെൻഷൻ കൂടുതലാവും. പിന്നെ വലിയ പ്രശ്നത്തേക്ക് പോട്ടെ. ആ കാര്യം പറഞ്ഞ് ഇപ്പൊ പറഞ്ഞ അറ്റാക്ക്. അവിടുന്ന് അറ്റാക്ക് വരും. പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാവുന്ന പുരുഷന്മാർക്കാ, സ്ത്രീകൾക്കല്ല. വേണമെങ്കിൽ കണക്കെടുത്തൊക്കെ നോക്കിക്കോളി, നെറ്റൊക്കെ നോക്കി. എന്തുകൊണ്ട്? കരയാത്തത് കൊണ്ട് തന്നെ. കരച്ചിൽ വന്നാൽ കരയണം. അത് സ്ത്രീകളെ കുത്തകൊന്നുമല്ല, അത് പുരുഷന്മാർക്കും പറ്റാം. കുട്ടികൾ ആൺകുട്ടിയാണ് കരയണമെങ്കിൽ കരഞ്ഞോട്ടെ. എന്തിനാ അത് മുടക്കുന്നത്? വീപ്പിംഗ് തെറാപ്പി നമ്മൾ പഠിപ്പിക്കുന്ന സാധന. കരച്ചിൽ വന്നാൽ കരയണം. ഞാൻ ഒന്നുകൂടിയും കരഞ്ഞിട്ടുണ്ട്. എന്തിനാ കാരണം ചോദിക്കരുത്. കരച്ചിൽ വന്നാൽ പൊട്ടിക്കരഞ്ഞോളിയും. ഞാൻ അത് നിങ്ങൾക്ക് ഈഗോ അങ്ങനെ വല്ലാ പിടിച്ചിക്കുകയാണെങ്കിൽ ബാത്റൂമിൽ ഷവർ ഇട്ടാണ് കരഞ്ഞോളി. പാട്ടിട്ട് കരഞ്ഞോളൂ. കരച്ചിൽ വന്നാൽ കരയണം. അതിന് സാഹചര്യം ഒന്ന് ശ്രദ്ധിക്കണം. വേണമെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് കരയാനുള്ള അവസരം കാരണം ഹാർട്ട് നല്ലക്ക് പോകണോ? കരഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ കിടക്കും. സ്ത്രീകൾ വളരെ സുഖ.
സ്ത്രീകൾക്ക് വല്ല പുരുഷന്മാരും വല്ല പ്രശ്നം ഉണ്ടായ ഏറ്റവും ചുരുങ്ങിയത് അത് കുപ്പായത്തുമെങ്കിലും തീർക്കും. എൻ്റെ കുപ്പായത്തിനൊന്നും കുറച്ച് കാലം മുമ്പ് ബട്ടൺസ് ഒന്നും കുറവായിരുന്നു, ഒക്കെ പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ എൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്, വിശദീകരിക്കണ്ടല്ലോ, കാരണം എന്നോടുള്ളൊക്കെ തീർക്കുക എൻ്റെ കുപ്പായത്തുമ്മയാണ്. ഒരിക്കൽ നസറുദ്ദീൻ ഹോജയും ഭർത്താവും അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ പ്രശ്നം ഉണ്ടാവും വീട്ടിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ മുറ്റത്ത് എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. പിറ്റേന്ന് അയൽവാസി ചോദിച്ചു, എന്താ നിങ്ങൾ വീട്ടിൽ നിന്ന് കുറേ ശബ്ദം കേട്ടല്ലോ, എന്തായിരുന്നു പ്രശ്നം പറഞ്ഞു. അവസാനം എന്തോ മുറ്റത്ത് വന്ന് വീഴുന്നത് കേട്ടല്ലോ പറഞ്ഞു. അപ്പോൾ നസറുദ്ദീൻ ഹോർജ അത് ഞങ്ങൾ അടക്കമുണ്ടാവുന്നതാണ്, ആ വീഴുന്ന ശബ്ദം പറഞ്ഞാൽ അവൾ എൻ്റെ കോട്ടെടുത്ത് വലിച്ചെറിഞ്ഞതാണ് പറഞ്ഞു. ഒരു കോട്ട് വീണത്ര ശബ്ദം ഒഴിച്ചു. കോട്ടിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു, ഇത്രേ ഉള്ളൂ, കോട്ടിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അവസരങ്ങളൊന്നും കൊടുക്കാതിരിക്കുക, കരയേണ്ട അവസരത്തിൽ കരയുക. ഗുഡ്, ഏറ്റവും നല്ല മെത്തേഡ് അതാണ്. പിന്നെ പറയാം, എനിബഡി ഷെയർ ചെയ്യാം, അത് അണ്ടർലൈൻ ചെയ്യണം, വളരെ അടുത്തവരുമായി. അല്ലാത്തവർ ഷെയർ ചെയ്ത് എന്താ പറയുന്നോ അങ്ങനെ വേണം. നിങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് പൂക്കോയാറിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരിക്കൽ പിന്നെ അടക്കാണ്ട് സ്കൂളിൽ പരീക്ഷയ്ക്ക് പോയി. അവിടെ 8ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതി പാസ്സായാലും കിട്ടുള്ളൂ. അപ്പോൾ അയൽവാസിനോട് പറഞ്ഞു, എന്തായി കിട്ടിയില്ലായിരുന്നു. തന്നല്ലേ, പാവല്ലേ. എന്നിട്ട് അകത്ത് ഏർപ്പെടണം, അങ്ങനെ വേണം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഏറെയാണ്. അപ്പോൾ വളരെ അടുത്തവരോട് മാത്രമേ അത് ഷെയർ ചെയ്യാവൂ. ഓക്കെ, ഗുഡ്, 50 മാർക്ക്. പിന്നെ ബെസ്റ്റ് മെത്തേഡ് കരച്ചിൽ. അടുത്തത് ഷെയർ ചെയ്യുക. ഷെയറിങ് നല്ല മെത്തേഡാ. കഴിഞ്ഞോ? ഒന്ന് പുറത്തു പോയി എൻജോയ് ചെയ്യുക, പ്രാർത്ഥിക്കുക. 50 എന്നാൽ വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗം ഞാൻ പഠിപ്പിച്ചു തരാം. കാരണം ഇത്രയും പറഞ്ഞിട്ട് ഒരു സൈക്കോളജി തെറാപ്പിയെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് മോശമല്ലേ? സൈക്കോളജിയിൽ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നൊരു തെറാപ്പിയാണ്. എന്താണോ നിങ്ങളുടെ സങ്കടം അതങ്ങോട്ട് എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക, മായ്ച്ചു കളയുക, അങ്ങനെയും ചെയ്യുക. അതിലേറെ നല്ലൊരു മെത്തേഡ് വായിക്കുക, കത്തിക്കുക, ബേൺ ഇറ്റ്. വീണ്ടും എഴുതുക, കത്തിക്കുക. കത്തുന്ന ഇങ്ങനെ കണ്ടു നിൽക്കണം അവിടെ. ചെയ്തു നോക്കൂ, പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ബേൺ ചെയ്യുക. അത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് തടയാൻ കഴിയൂല. പ്രശ്നങ്ങളില്ലാതാക്കാൻ നമുക്ക് കഴിയുമോ? അതിൻ്റെ ആഘാതം കുറക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാമ്പിൻ്റെ കഥ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ആഘാതം നമുക്ക് ഇല്ലാതാക്കാൻ മാത്രമേ പറ്റൂ. പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യത്തിന് ഉൾക്കൊള്ളണം, അതിന് സംശയമൊന്നുമില്ല. അതിന് നമ്മൾ ആശ്വാസത്തിന് മാർഗം നമ്മളെ ഹൃദയത്തിനും പ്രശ്നമില്ലാക്കാണ്. ഹൃദയത്തിന് മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്. ചിത്രം എന്താ? ഭയം. അതാരാണ് കൊടുക്കുന്നത്? മാതാപിതാക്കൾ അല്ലേ? പ്രത്യേകിച്ചും മാതാവ്. എന്താണ് പേടി? സൈൻ ഓഫ് ക്രൂഷ്യൽ ആക്സിഡന്റ് ടു ബി അലർട്ട്. ഒന്ന് കരുതിയിരിക്കണം എന്നുള്ള ഒരു ലക്ഷണമാണ് ആക്സിഡന്റ് പെട്ടെന്നുണ്ടായിരുന്ന. ഫിയേഴ്സ് ഒക്കേഡ് ഇൻ പാസ്റ്റ് ഹോണ്ട് ആർ പ്രസന്റ് ലൈഫ്. ഇന്നും നമ്മുടെ പ്രസന്റ് ലൈഫിനെ അത് ബാധിക്കും. ചെറുപ്പകാലത്തുണ്ടായ പേടികൾ പലതും നമ്മളെ ബാധിക്കും. ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. അന്നുണ്ടായ അനുഭവങ്ങൾ പലതും ബാധിക്കും. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അത് ഭാവിയെക്കുറിച്ചാണെങ്കിൽ ഉത്കണ്ഠ, നിരാശ, സ്ട്രെസ്, അതായത് മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ഉണ്ടാക്കും. സോ ഇനി എനിക്ക് ഒരു 5 മിനിറ്റ് കൂടി തരണം. നമ്മുടെ സമയം 3:45 അവസാനിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ചെയ്യാം. നമ്മളെ ഇത്രയും പറഞ്ഞത് കുറേ പോയിന്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ യഥാർത്ഥത്തിൽ റിലാക്സ് ആകാൻ ഒരു 5 മിനിറ്റ് സമയം കൂടി നിങ്ങൾ തയ്യാറെടുക്കുക. ആർ യു റെഡി? നമുക്ക് ഏത് വികാരമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ദേഷ്യമാകട്ടെ, സങ്കടമാകട്ടെ, ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇത് നല്ലൊരു മെഡിസിനാ. വാട്ട് ഈസ് ഇറ്റ്? വെള്ളം കുടിക്കുക. നല്ല ദേഷ്യമുള്ളത് നല്ല വെള്ളം കുടിച്ചാൽ കുറയും. പ്രത്യേകിച്ചും ഈ വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുകയാണെങ്കിൽ നാവ് കഴുകുകയാണ്. അത് ഉള്ളുടുക്കതിൻ്റെ ശാസ്ത്രമാണ് ഈ പറയുന്നത്. ദേഷ്യം കുറയും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, എണ്ണ തേച്ച് കുളി കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇന്നിപ്പോൾ അവിടുന്ന്
എന്നെ കൊണ്ടുപോക്കിയ ഷബീർ എന്നൊരാൾ പറഞ്ഞു, ഇവിടൊക്കെ ഒരു ചെടി വല്ലാതെ വളരുന്നുണ്ടല്ലോ, കറ്റാർ വാഴ, അലോവേര എന്ന് പറയും. ഈ അലോവേര ദേഷ്യക്കാർക്ക് വളരെ നല്ലതാ. ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ദേഷ്യം നല്ലോണം കുറയിട്ടോ. എല്ലാവർക്കും കുറയുമെന്ന് എനിക്കറിയില്ല, ഞാനത് കൊടുക്കാറുണ്ട്, നിർദ്ദേശിക്കാറുണ്ട്. കാരണം ബ്ലഡ് തണുക്കുമ്പോൾ തന്നെ കുറേയൊക്കെ പാരമ്പര്യമാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടിറക്കാൻ പറ്റുമോ? പാരമ്പര്യമായിട്ട് ഞങ്ങളൊക്കെ ചൂടന്മാർ അതൊക്കെ ഒന്ന് ഞാൻ പാരമ്പര്യം എന്തോ അറിയില്ല. ഞാൻ വളരെ മൂക്കത്ത് ചുണ്ടിയുള്ള ആളായിരുന്നു, ചുണ്ടി നല്ലോണം. പക്ഷെ ഇപ്പം എന്നെ കുറിച്ച് ആരും അങ്ങനെ കംപ്ലൈൻറ്റ് അറിയില്ല. നൗഷാദ് പറ്റിയ സമയത്ത് തന്നെ മുങ്ങി. ഇവിടെ ഒരു ഡെമോ ഉണ്ടായിരുന്നു, ആ സമയത്ത് തന്നെ നൗഷാദിനെ ഇവിടുന്ന് പോയി. ഓക്കെ, നൗഷാദ് വന്നിട്ട് പണിയെടുക്കുക. ആ പോട്ടെ, നൗഷാദിന് ഭാഗ്യമല്ല. നൗഷാദ് ഫ്രീ ആണ്, ഇവിടെ വരണം. നൗഷാദ് ആർ യു ഫ്രീ? ഇവിടെ വരി. എവിടേക്ക് പുറത്തു പോയിന്? ദേഷ്യം പറഞ്ഞ പുറത്തു. പിന്നെ എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തിയത്? ആ ഓക്കെ, റെസ്റ്റ്, റിലാക്സ്, ഇത്രേ ഉള്ളൂ, പോയിരുന്നോളൂ. ഞാൻ നൗഷാദിന് ഒരു കാര്യത്തിൽ ദേശേ ഞാൻ നേരത്തെ പറഞ്ഞതാട്ടോ, ഒരു സ്ഥാനാണ്, ഒന്നും ഞെട്ടിക്കുന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഇതാണ്. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് പ്രശ്നമുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ എനിക്ക് നൗഷാദിനോട് ഇത് ഡെമോ ആണ്, അഭിനയമാണ്. നൗഷാദിനോട് ചൂടാണ്ടെങ്കിൽ സമീർ ഇവിടെ ഇങ്ങോട്ട് ഞാൻ എന്തിനാ ചൂടാണ്? വേണ്ടല്ലോ, നിങ്ങളും പോയിരുന്നോളിയും. വളരെ ശ്രദ്ധിക്കുക. ഈ ഡെമോ ഒരു റോൾ പ്ലേ മോഡൽ ചെയ്ത് എന്തൊക്കെ മനസ്സിലായത്? ഇതിന്ന് എന്ത് മനസ്സിലായി? കളിയാക്കാന്ന് മനസ്സിലായത്? ഓക്കെ. ആ, നിങ്ങളെ പേരെന്താണ്? പേര് പറയൂ. മുഹമ്മദ്. നിങ്ങളെ പേര്? മുഹമ്മദ് അലി. മുഹമ്മദ് എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് മുഹമ്മദ് അലിയോട് ദേഷ്യപ്പെടുന്നത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവസാനത്തെ പോയിന്റ്. പ്രത്യേകിച്ചും ഏതെങ്കിലും കുട്ടി പ്രശ്നം കാട്ടിയിട്ടെങ്കിൽ മറ്റേ കുട്ടീനെ പോയി എന്തിനാ പൊട്ടിച്ചത്? അല്ലേ? നിങ്ങൾ യഥാർത്ഥ വ്യക്തിയോട് ദേഷ്യപ്പെട്ടാൽ മതി. മറ്റോട് ശരി, ഓക്കെ നൗഷാദേ, ഓക്കെ അല്ലേ? റിലാക്സ്. അത് ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടി നൗഷാദിനെ വിളിച്ചാണ്. ആ സമയത്താണെങ്കിൽ ഒന്നുകൂടി ഷോക്ക് കൂടുതൽ കൊടുക്കാമായിരുന്നു. പരിചയമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളുടെ ദേഷ്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. റൈറ്റ് പേഴ്സൺ, റൈറ്റ് ഡിഗ്രി നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക. കാരണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മറ്റുള്ളവരോട് എന്തെങ്കിലും ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റണം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ശക്തൻ എന്ന് പറയുന്നത് യുദ്ധത്തിൽ അല്ലെങ്കിൽ മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവനല്ല, സ്വന്തം നഫ്സിനെ ദേഷ്യം വരുമ്പോൾ പിടിച്ചു വെക്കുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ട വേറെ കൊട്ടേഷൻ കൂടി പറയാണ്. നിങ്ങൾക്ക് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുന്ന ആ വ്യക്തി ആരോടാണ് ദേഷ്യം, അദ്ദേഹം വറക്കണം, നിങ്ങൾ വറക്കരുത്. പലപ്പോഴും തിരിച്ചാണ് സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ വറക്കും ദേഷ്യം കൊണ്ട്. ദേഷ്യത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ പാടെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. സോ കൺട്രോൾ യുവർ സെൽഫ്. വെള്ളം കുടിക്കുക, ധ്യാനം ശീലിക്കുക. ഇത് മാറണം നിൽക്കുക. ഇത് പാരമ്പര്യമായിട്ടുള്ളതാണെന്ന് പറയണ്ട. നമ്മുടെ മനസ്സിനെ ഇടക്ക്, ഞങ്ങൾ സൈക്കോളജിയിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, നമ്മൾ ഇടക്കിടക്ക് പറയുക, ഞാൻ ശാന്തനാണ്, എനിക്കെൻ്റെ വികാരങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തൊട്ടടുത്ത സുഹൃത്തുക്കൾക്ക് പരമാവധി കൈയെടുത്ത് പറഞ്ഞാണ് ഐ ആം കൂൾ. ഇത് സ്ത്രീകൾക്കും ചെയ്യാം. ഐ ആം കൂൾ. നൗഷാദേ കൂളായി? ഐ ആം കൂൾ. പരമാവധി ആൾക്ക് ഐ ആം കൂൾ, ഐ ആം കൂൾ, ഐ ആം കൂൾ. ഐ ആം ഓൾവേസ് കൂൾ. ഇത് കാണുമ്പോൾ എല്ലാവരോടും പറയാ. അപ്പൊ പറയാ എന്തിനാ എന്നോട് കേട്ടക്കെട്ടേന്ന്. വെരി ഗുഡ്. ഇത് പറയരുത്, എനിക്ക് ദേഷ്യമില്ല, നെഗറ്റീവാണ്, നെഗറ്റീവാണ് പറയരുത്. ഐ ആം കൂൾ, ഞാൻ ശാന്തനാണ്. ഇത് സ്വയം നഫ്സിനോട് പറയാം. എനിക്ക് പേടിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ പറയാം, എനിക്ക് പേടിയില്ല. ഇല്ലല്ലേ? അതിമാത്രമൊന്നുമില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഉണ്ടാക്കണ്ട. ഒരു ക്ലാസ്സിൽ ഇരുന്നു എന്ന് വിചാരിച്ച് ഇത് പറയാൻ വേണ്ടി ഉണ്ടാക്കണ്ട. ഇനി ഇത് സാധാരണ ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ കൂടുതൽ ചെയ്യുന്ന ഹിപ്നോ തെറാപ്പിയാണ്. ഹിപ്നോ തെറാപ്പി അല്ലെങ്കിൽ പറഞ്ഞു EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് നമുക്ക് സമയ പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യം
അത്രത്തോളം നിങ്ങൾക്ക് ഉണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി കൂളാണ്. ഇന്ന് കിട്ടിയ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ. ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം, ഒരു ജസ്റ്റ് 2 മിനിറ്റ്. കാരണം ഇത് ഡെമോ മാത്രമാണ്, വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. സോ ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എപ്പോൾ പറയണല്ലേ അത്? ഓക്കെ സിഡോൺ. ഇനി ഒന്ന് കയ്യും കാലൊക്കെ നിർത്തിയിരുന്നോളും. മൊബൈൽ ഫോണൊന്നും ഓഫാക്കാൻ നിൽക്കണ്ട. തുടമ കഴിച്ച് നിർത്തി പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് 5 മിനിറ്റ് എന്ത് ഇതിനാണെങ്കിൽ ഏത് നെഗറ്റീവ് എനർജിയാണ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഡെമോ മാത്രമാണ്. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. കാലുകൾ കോർത്ത് വെക്കാതിരിക്കുക, ചാരിയിരിക്കാം. ക്ലോസ് യുവർ ഐസ്. ഇനി ഞാൻ ഇൻഹേൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ക്ലോസ് യുവർ ഐസ് പ്ലീസ്. കണ്ണടക്കൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തണുത്ത വായുവാണ് അകത്ത് കയറുന്നത് വിചാരിക്കുക. എക്സേൽ എന്ന് പറയുമ്പോൾ പുറത്തു വിടുക. ഞാൻ നിർദ്ദേശങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇൻഹേൽ, എക്സേൽ. പുറത്തു വിടുന്ന ചൂടുള്ള വായുവാണ്. ഇൻഹേൽ, എക്സേൽ. നിശ്വാസം അകത്തേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ട പോസിറ്റീവ് എനർജി അത് മനസ്സിൽ കാണുക. അത് അകത്തേക്ക് വലിക്കുമ്പോൾ പുറത്തേക്ക് നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിൽ, അത് ഭയമാണെങ്കിൽ, അത് സങ്കടമാണെങ്കിൽ, അത് എന്താണോ നിങ്ങളുള്ള നെഗറ്റീവ് എനർജി അത് പുറത്തു പോകുന്നത് ശ്രദ്ധിക്കുക. അകത്ത് പോകുന്ന വായു വെളുത്ത പുക രൂപത്തിലുമാണെന്ന് മനസ്സിൽ കാണുക. പുറത്തു പോകുന്നത് ചൂട് ഉള്ളതും അതോടൊപ്പം തന്നെ കറുത്ത പുക രൂപത്തിലാണ് നിങ്ങളുടെ നെഗറ്റീവ് എനർജി, നിങ്ങളിലുള്ള ദേഷ്യം, സങ്കടം, ഭയം ഇതൊക്കെയാണ് പുറത്തു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി ഞാൻ പറയുന്ന ശബ്ദത്തിനനുസരിച്ച് ചെയ്യുക. സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ശ്വാസം വലിക്കലും പുറത്തുവിടലും സ്പീഡ് കൂട്ടുക. ചിന്ത അത് തന്നെ ആയിരിക്കും. ഇൻഹേൽ, എക്സേൽ, 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 ഇൻഹേൽ, എക്സേൽ. ഇനി കൈ നല്ല പോലെ ചൂടാക്കുക. എന്നിട്ട് മുഖമാകെ തടവുക. കണ്ണട ഉള്ളവർ കണ്ണട ഒഴിവാക്കുക. കണ്ണ് എന്നിട്ട് തുറക്കാം. നല്ല പോലെ കൈ ചൂടാട്ടെ. മുഖം തടവൂ. നല്ല പോലെ കൈ ചൂടാട്ടെ. തടവിക്കോളൂ. മുഖമാകെ തടവിക്കോളൂ. 3 times, 3 പ്രാവശ്യം. Now you are relaxed, totally relaxed, 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 relaxed. You can open your eyes. Thank you all. Let me stop. Jazakallah khair.